churches are going to experience the supernatural in a manner that they have never ever conceived. Jesus. Oh Ramakhalama setelere. Oh Rama serelere. Oh Ramakhalarama setele. യേശുവിന്റെ നാമത്തിൽ മുൻപ് മുതൽ പിൻപ് വരെ അത്ഭുതമായ 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 let the wind of the Holy Ghost be release it in the name of Jesus. വിശ്വസിക്കുന്നവർ വായുകളെ തുറന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒരു അത്ഭുതത്തിന്റെ, ഒരു അടയാളത്തിന്റെ, ഒരു വീര്യ പ്രവൃത്തിയുടെ കാറ്റ് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അടിക്കുന്നത് കണ്ടുകൊണ്ട് ഹോ രാമ സേരരെ യേശുവേ, പോരാ പോരാ യേശുവേ. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, എനിക്ക് ആനന്ദമേ. പോരാ പോരാ വായുകളെ തുറന്ന് ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം. ഹല്ലേലൂയ. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സന്തോഷമുള്ളവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു ഈ പുതിയ വർഷം എൻ്റെ മുൻപിൽ തുറന്നിരിക്കുന്ന ഒരു വാതിലാണെന്ന്? നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ 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 അതെല്ലാവർക്കുമാണോ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അത്ഭുതത്തെ തൊട്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നവരോട് ഞാൻ പ്രവചിച്ച് പറയുന്നു, ഈ ആഴ്ച തീരുന്നതിന് മുൻപേ നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരത്ഭുതമെങ്കിലും നടന്നിരിക്കും. സാധ്യതകളില്ലാത്തടത്ത് സാധ്യത നിനക്ക് വേണ്ടി സൃഷ്ടിക്കും. വഴിയില്ലാത്തടത്ത് നിനക്ക് വേണ്ടി വഴികളെ ഒരുക്കിയിരിക്കും. അവന്റെ ദൈവം അത്ഭുതമാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവനാൽ അസാധ്യമായതൊന്നുമില്ല. രണ്ടുപേര് വേഗം നിന്ന് പ്രാർത്ഥിച്ചേ. അവരുടെ ജീവിതത്തിലോട്ട് ഒരു അത്ഭുതം പറഞ്ഞേ, അവരുടെ ജീവിതത്തിലോട്ട് ഒരു പ്രോഫറ്റിക് വേർഡ് റിലീസ് ചെയ്തേ. ഓ യു ആർ ഹോളി മൈ ഫാദർ, യു ആർ ഹോളി മൈ ഫാദർ, യു ആർ ഹോളി മൈ ഫാദർ. ജീസസ് ജീസസ്. നിങ്ങൾ പ്രവചിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് നോക്കി, അവരുടെ വീടുകളിലേക്ക് ചെന്ന് അവരുടെ വീടിനകത്ത് ഒരു അത്ഭുതം കൽപ്പിച്ച് നീ ഇന്ന് നിന്റെ നാവിലൂടെ പറഞ്ഞു വിടുന്നത് നിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ ബ്രേക്ക് ത്രൂ ആണെന്ന് കണ്ട്, അത്ഭുതമാണെന്ന് കണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന യേശു തീർന്നു പോയതല്ല, അവൻ ഇന്നും അത്ഭുതമായിരിക്കുന്നു. യേശു എന്ന നാമം സകല നാമത്തിലും മേലായ നാമമാണ്. The name of Jesus is above every other name, and every knee
name must bow down. Oh Rama Sethelerema Khalara. യേശുവെന്ന പറയുന്ന നാമം ഉപയോഗിക്കുന്ന ഒരുവനും അവന്റെ തല കുനിക്കേണ്ട വരത്തില്ല. യേശുവെന്ന നാമം പറയുന്ന ഒരുവന്റെ മുൻപിൽ ഒരു വാതിലും അടഞ്ഞിരിക്കത്തില്ല. യേശുവെന്ന നാമം പറയുന്ന നിനക്ക് അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കും. യേശുവെന്ന നാമം പറയുന്ന നിന്റെ നാവിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ കണ്ടിരിക്കും. നിന്റെ നാവിൽ നിന്ന് വരുന്ന യേശു എന്ന നാമം അത്ഭുതങ്ങളെ സൃഷ്ടിച്ചിരിക്കും. ഈ 2026-ൽ നീ നടന്നു പോകുമ്പോൾ നിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകും. ഈ 2026-ൽ നീ ചില ഓഫീസുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നീ ഇന്ന് വരെ കാണാത്ത രീതിയിൽ നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് കാണും. രാജേഷങ്ങളോട് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ വരുന്ന നാളുകളിൽ നിങ്ങളുടെ വീടിനകത്ത് അങ്കിൾ ചെയ്യുന്ന ബിസിനസ് പോലെ തന്നെ, ആ ചെയ്യുന്ന ജോലിയിൽ ആ രത്നങ്ങൾ പോലെ തന്നെ എന്നോ ഞാൻ ഭയങ്കര ഓണറും മാന്യതയും നിന്റെ വീടിനകത്ത് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. അത്ഭുതമായ ചില ഡോറുകൾ നിന്റെ ജീവിതത്തിനകത്ത് തുറക്കുന്നത് ഞാൻ കാണുന്നു. ഇവിടെ നിൽക്കുന്നവരെല്ലാം ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. മാന്യത നാട്ടുകാരുടെ മുൻപിൽ, വീട്ടുകാരുടെ മുൻപിൽ, നിന്റെ ചാർച്ചക്കാരുടെ മുൻപിൽ, നിന്റെ കൂട്ടുകാരുടെ മുൻപിൽ നീ യേശുവിനെ വിളിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അനുഗ്രഹത്തിന്റെ പബ്ലിക് ഡിസ്പ്ലേ, അവന്റെ മഹത്വത്തിന്റെ പബ്ലിക് ഡിസ്പ്ലേ. ഓ, നീ പോകുന്നിടത്ത് നദികൾ ഒഴുകിയിരിക്കും. നീ ചെന്ന് നിൽക്കുന്നിടത്ത് സൗഖ്യം ഒഴുകിയിരിക്കും. നീ ഏതെങ്കിലും വീട്ടിൽ കാൽ കുത്തിയാൽ ആ വീട്ടിൽ സമാധാനത്താൽ നിറഞ്ഞിരിക്കും. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ, യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ, എത്ര സൗന്ദര്യം ഈ അടുത്ത 10-15 നിമിഷത്തിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തെ ഇതുവരെ കാണാത്തതുപോലെ അനുഭവിക്കാത്തതുപോലെ അനുഭവിക്കുന്ന ഒരു നിമിഷങ്ങളാകട്ടെ. ഞാൻ പറയട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ, while every eye is closed, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം നിങ്ങൾ മറന്നേ. നിങ്ങളുടെ സൈഡിലും മുമ്പിലും പുറകിലും നിൽക്കുന്നവരെല്ലാം മറന്നേ. നീയും യേശുവും മാത്രം നിൽക്കുന്നതൊന്ന് കണ്ടേ. നിന്റെ ചെറുപ്രായത്തിൽ നീ എങ്ങനെ ഓടി കളിച്ച് നടന്നു, ആ പ്രായത്തിൽ ഉള്ളതുപോലെ നിങ്ങളൊന്ന് തിരികെ പോയി യേശുവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. വേറെ ആരെയും കാണണ്ട, നീ വേറെ ഒന്നും ആലോചിക്കണ്ട, വേറെ ഒന്നും ഓർക്കണ്ട. ആ മാർവോട് ചാരിയിരിക്കുന്നതൊന്ന് കണ്ടേ. എന്നെ നിങ്ങളുടെ ചെവികളിൽ പറയുന്നതൊന്ന് കേട്ടെ. എൻ്റെ ദൂതന്മാരും എൻ്റെ സകല ദൂതന്മാരും ഞാനും നിന്നോടുകൂടെ എന്നേക്കുമുണ്ട്. ഹോളി 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 ജീസസ് ജീസസ്. ഒരത്ഭുതമായ സാന്നിധ്യം ഈ ഹോളിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. Jesus, 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 Jesus. Oh, you are holy, you are holy, you are holy. Oh, Rabba Baba.
അടങ്ങിയിരുന്ന്, നീ മിണ്ടാതിരുന്ന്, നിന്റെ പ്രവൃത്തികളെ നീ നിർത്തി ഞാൻ ദൈവമെന്നറിയുക. ഓ റബലബാശേരെ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടിക്കയില്ല. എൻ്റെ ഉള്ളം കരത്തിൽ, എൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ നിന്നെ മറയ്ക്കുമെന്ന് പറഞ്ഞ ആ അപ്പനെ നോക്കി പറഞ്ഞേ, എൻ്റെ യേശുവേ നന്ദി പിതാവേ. 2025 എന്നെ നടത്തിയതിനായി നന്ദി പിതാവേ. എൻ്റെ ഓരോ നിമിഷങ്ങളിലും നീ എൻ്റെ കൂടെ ഇറങ്ങി നിന്ന് എന്നെ നടത്തിയതിനായി നന്ദി അപ്പാ. ഞാൻ വീണ് പോകേണ്ടടുത്ത്, ഞാൻ തീർന്നു പോകേണ്ടടുത്ത് നിന്റെ കൃപ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതിനായി നന്ദി പിതാവേ. നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ. ഓ യു ആർ ഹോളി മൈ ഫാദർ. താങ്ക് യു ജീസസ്. And കോട്ടയം മുഴുവൻ കേൾക്കുന്നത് പോലെ മുഖത്തേക്ക് നോക്കി പാടിയാട്ടെ. ഭവനത്തോട് നമ്മൾ ഒരു വർഷം കൂടെ അടുത്തു. We have closed in one more year towards our eternal home. അതിന് വലിയ സന്തോഷമില്ലെന്ന് തോന്നുന്നു. Not many people are happy about it. അങ്ങനെ ഉണ്ടോ? നിത്യഭവനം ഉണ്ടോ? പോവുമോ? Do we have an eternal home? Will we go there? നമ്മളോട് തന്നെ ചോദിച്ചാൽ നമ്മൾ ശരിക്കും ഇത് വിശ്വസിക്കുന്നുണ്ടോ? Let us ask ourselves, do we truly believe that there is an eternal home for us? Praise the Lord. Hallelujah. Hallelujah. ഞാൻ ചിലരോട് സംസാരിക്കുകയായിരുന്നു. ഇവിടെ വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ട് അവിടുത്തെ ജോലി തുടരാൻ പറ്റാതെ വന്ന ഒരു ഫാമിലിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. I was speaking to a family who was residing abroad, but they could not continue in the job over there, and they're here right now. And they are here right now. അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഇവർക്കുണ്ടായി. So they struggled a lot after coming here. ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ തന്നെ അവർ വിദേശത്ത് നല്ല ദൈവവേലയെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടവർ. And they were being mightily used in the work of the Lord abroad when they were abroad. ഇവിടെ വന്നപ്പം ജീവിതത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി.
When they were here, they faced various struggles in their life. ഇന്ന് തങ്കു ബ്രദർ പ്രത്യേകം പറഞ്ഞായിരുന്നു, നേരത്തെ വന്ന എല്ലായിടത്തും ശുശ്രൂഷ നയിക്കുന്നവരെ എല്ലാവരെയും ഒന്ന് കണ്ടേച്ചൊക്കെ കയറിപ്പോരാവുള്ളൂ. Thangu brother especially mentioned that all those who are leading ministry should come earlier to the service, meet with the people before getting on കഴിവതും stage. എല്ലാവരെയും ഒക്കെ കണ്ടേച്ച് അങ്ങോട്ട് കയറി. So before getting onto the stage, I had met with almost many people over പിന്നെ there. കൃത്യത്തിന് ആ ഫാമിലി എൻ്റെ മുമ്പിൽ വന്നു. So at the right time, this particular family had come before me. ഒത്തിരി പ്രതിസന്ധികളും Several challenges in their life. പലതിലൂടെ അവർ പോയി. They went through a lot of difficulties. കുഴപ്പമൊന്നുമില്ല. It's not a big problem, ഞാൻ അവരോട് പറയായിരുന്നു, but I was telling them, ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമ്പന്നന് പോലും ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകാന്നുള്ള ഉറപ്പില്ല. even the most wealthiest man in the world cannot confirm or cannot guarantee that if he dies today, he will reach heaven. എവിടെ പോകുന്ന ഒരു ഉറപ്പുമില്ല. They don't know where will they go. They have no confidence. യേശു ഉള്ള ഒരു ദൈവവേദന. But a child of God who has Jesus as his Lord, ഇന്ന് തിരിച്ച് വീട്ടിൽ കയറുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. don't know if he'll reach home or not, പക്ഷെ അവിടെ പോകും നല്ല ഉറപ്പാണ്. but we know we will reach heaven. അത് ഉറപ്പാക്കിയവരെവിടെ നിൽക്കുന്നില്ല. All those who have that confidence are the ones here. ഇപ്പം ഇവിടെ ബെന്നാണല്ലോ ലീഡ് ചെയ്തത് ഒടുവിൽ സാമിന് ശേഷം. Now Ben was leading after Sam was worshipping over here. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബെൻ നഴ്സറി സ്കൂളിൽ പഠിക്കുമ്പം യേശു രാത്രി സ്വപ്നത്തിൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി. When Ben was in his kindergarten, Jesus had taken him to heaven in a dream സ്വർഗത്തിലെ എല്ലാം കാണിച്ചു. and showed him everything that is in heaven. പ്രൈസ് ദി ലോർഡ്. ആ സ്വർഗീയ ദർശനം നമ്മൾ കണ്ടാൽ If we see the heavenly vision, ഈ ഭൂമിയിലെ അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. then nothing in this world can affect us. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ പ്രോഫറ്റിക്കൽ ബെൻ പറഞ്ഞ പോലെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത നന്മകൾ കാണും. In the prophetic, as Ben had prophesied, that this year you will see goodness in your life that you had never imagined. പക്ഷെ നിത്യതയുടെ പ്രത്യാശ കണ്ട ഒരാള്, The one who has seen the hope of eternal life, ഇവിടുത്തെ ഉയർച്ചകളിൽ കണ്ണമാനം അഹങ്കരിക്കുകയില്ല. he will not be proud of any achievement in this world, ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ട് കണ്ടമാനം പേടിക്കുകയില്ല. and he will not be disappointed seeing any difficulty in the world. ഇതെല്ലാം ടെമ്പററിയാണ്. All these are temporary aspects. ഓൾ ദീസ് ആർ ടെമ്പററി. ഇതെല്ലാം വെറും ടെമ്പറലാണെന്ന് ദൈവമക്കൾക്ക് മാത്രമേ അറിയാവുള്ളൂ. Only the children of God know that all these are temporary aspects in എന്നാൽ this ഇവിടെ world. ചെയ്യാനുള്ള മുഴുവൻ കാര്യവും ചെയ്യാതെ നിന്റെ ശ്വാസം പോകത്തുമില്ല. And you will not leave this world until you finish or fulfill your responsibility in this world. അടുത്തിരിക്കുന്ന നിങ്ങളെയൊക്കെ കല്ലേ വെച്ച് അരച്ചാലും ചാകുകയില്ലെന്ന് പറഞ്ഞാൽ, Turn to your neighbor and say, even if they grind you on stone, you won't die. കാരണം നിങ്ങൾക്കൊരു വിളിയുണ്ട്. Because you have a calling. അത് പൂർത്തീകരിക്കാതെ പോകാനൊക്കത്തില്ല. Until you fulfill the calling, you will not leave this place. ഒരു മിഷന് വേണ്ടി എവിടെ നിൽക്കുന്നു. You are here on a mission. എല്ലാവരും ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. Let us all clap our hands and glorify our Lord. ഇവിടെ നിന്നോണ്ട് ആ നിത്യത കണ്ടോണ്ട് സ്തോത്രം ചെയ്യണം. Standing here, let us look at eternity and praise God. എല്ലാം കാല് കഴിച്ചെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്നിരുന്ന്. You can be seated for some time. ഞാൻ എല്ലാ ആഴ്ചയും സഭായോഗത്തിൽ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. There is something that I remind on every Sunday gathering. എബ്രായ ലേഖനം 10 നിന്ന് From Hebrews chapter 10. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. Do not forsake the assembly of the church. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. Turn to your neighbor and say, do not forsake the assembly of the church. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, രണ്ട് രീതിയിൽ ഉപേക്ഷിക്കാം. I always tell you all that you can forsake it in two ways. ഒന്ന് വരാതിരിക്കുന്നതിലൂടെ. One, by not attending the church service physically. കർത്താവ് വരാൻ താമസിച്ചാൽ ഈ വർഷത്തെ 52 ഞായറാഴ്ചത്തെ സഭായോഗത്തിനും നമുക്ക് വരണം. If the coming of our Lord is delayed, this Sunday, this year's 52 Sundays, we should partake in the assembly of the church. Amen. വരണം. എൻ്റെ കാരണം സഭ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുപ്രീം പാർലമെന്റാണ്. The reason being, church is the most supreme authority or the supreme parliament in the world. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നില്ലേ? It is written, upon this rock I will build my church. അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം The root language, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാ.
Church means legislative assembly. എക്ലീസിയ എന്ന പദത്തിൻ്റെ അർത്ഥം ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. The root word of church, that is ecclesia, meaning legislative assembly. ഈയിടെ കുറച്ച് പേരെ പഞ്ചായത്തിലോട്ട് തെരഞ്ഞെടുത്തായിരുന്നല്ലോ, മുനിസിപ്പാലിറ്റിയിലും. Recently we had our local elections, panchayat elections. അവർക്ക് അവരുടെ അസംബ്ലി കൂടുമ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റുമോ? So when their assembly happens, the elected representatives have to attend. അല്ലേ? അല്ല, തക്ക കാരണം കാണിക്കണം. Otherwise you have to show a valid reason for it. ഡൊണാൾഡ് ട്രംപിന് ഇവിടെ വന്നാൽ ഇന്ത്യയിലെ ഒരു ഫയലും കിട്ടുകയില്ല. If Donald Trump comes over here in India, he can't access any file in any office. അതുപോലെ മോദിജിക്ക് അവിടെയും കിട്ടത്തില്ല. Similarly, our Prime Minister Modi ji cannot access any file in US. നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്ന് കൽപ്പിച്ചാലും ഭൂതകളവും. But no matter where you go in the world, when you command upon your authority, a demon should flee. നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ ലോകത്തിന്റെ അറ്റത്തോളവും. Your jurisdiction is towards the ends of the earth. ഈവൻ സ്തോത്രം, സ്വർഗമണ്ഡലങ്ങളിൽ പോലും നിങ്ങൾ നടക്കുന്നത്, പൈശാചിക ശക്തികളുള്ള സ്വർഗമണ്ഡലങ്ങളിൽ പോലും നിങ്ങൾ പറഞ്ഞാൽ അത് നടക്കും. Even in the heavenly realms where satanic forces are there, when you command, it will happen. ഒന്ന് കരമൊക്കെ ഒന്ന് അടിച്ച് കർത്താവിനെ Clap your hands and glorify Jesus. അറിയാത്ത അധികാരങ്ങൾ അധികാരമല്ല. The authority that is unknown is not authority at ഞാൻ all. വളരെ പ്രസംഗിക്കാറുള്ളൊരു കാര്യമാണ്, അധികാരത്തിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കരുത്. I always preach that do not pray for more authority. ശക്തി നിറയാൻ പ്രാർത്ഥിച്ചാൽ മതി. You should pray for more power to be received. When you are born again, you became the child of God. The authority has already given in you. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ മക്കളായി മാറുമ്പോൾ തന്നെ നമ്മൾ അധികാരമുള്ളവരാണ്. Praise the Lord. അധികാരം തിരിച്ചറിഞ്ഞാൽ മതി. So you should realize your authority. ആഫ്രിക്കയിൽ അസമോണോ എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടുത്തെ അധികാരത്തിൽ വരേണ്ടിയ രാജാവിൻ്റെ ഒരു നാട്ടുരാജാവിൻ്റെ മകനായിട്ടാണ് പിറന്ന്. In Africa, Asomoro, he was born as a son of a tribal king. എന്നാൽ അയാളെ മന്ത്രവാദം ചെയ്ത് മറ്റൊരാൾ മയക്കി അയാൾ അധികാരം പിടിച്ചെടുത്തു. But another person had grabbed his position by means of witchcraft. എന്നിട്ട് അസമോണോ ഭ്രാന്തനായി. And Asomoro became mad. എന്നിട്ട് വഴിയെല്ലാം നടന്ന ആൾക്കാരോട് ഇങ്ങനെ പിച്ച തണ്ടി എച്ചിൽക്കൂനയിലൊക്കെ പോയി ജീവിക്കുക. And he started begging on streets, asking people for alms, and started living in huts. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് PG ഒരു ബുക്കിലുള്ള കാര്യം കേട്ടോ. This is an excerpt from one of the books Brother P.G. Varghese had written. അത് ഒരു ക്രൈസ്തവ ശുശ്രൂഷയുടെ ഈ ആള് അത്ഭുത വിടുതലായി. So this Asomoro became completely delivered in a ministry, in a church meeting. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. നാട്ടുകാരെല്ലാം കൂടെ ഇദ്ദേഹത്തെ വീണ്ടും രാജാവാക്കണമെന്ന് പറഞ്ഞു തുടങ്ങി. And people gathered and surrounded and wanted Asomoro to become the king. എന്നാൽ അസമോണോ പറഞ്ഞു, അതിലും വലിയ രാജാവായിട്ട് ഞാനിപ്പോൾ ഇരിക്കുക. But Asomoro said, I have become a greater king right now. സ്വതന്ത്രൻ രാജകീയ പുരോഹിത വർഗം ഇവിടെ ഉണ്ടെങ്കിൽ, if the royal priests are over here, clap your hands and glorify Jesus. മുഖത്ത് നോക്കി പറഞ്ഞു, രാജാക്കന്മാർ കരയാറില്ല കൽപ്പിക്കാറേ ഉള്ളെന്ന് പറഞ്ഞു. Turn to your neighbor, look at them and say, kings do not cry, they would only command. ആമേൻ. അതുകൊണ്ടാണ് യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നത്. That is why the royal line of the tribe of Judah is right now within us. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് സിംഹം കരയാറില്ല ഗർജിക്കാറേ ഉള്ളെന്ന് പറഞ്ഞു. Turn to your neighbor and say, the lion never cries, the lion roars. നിങ്ങൾ ഞാനും പറയുന്നതേ നടക്കത്തുള്ളൂ. Whatever we speak, it shall so happen in this world. വിശ്വസിക്കുന്ന മക്കൾ കരങ്ങൾ അടിച്ചു വായി തുറന്ന് കർത്താവിനെ സ്തോത്രം. All those who believe, clap your hands and glorify Jesus. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചുമ്മാ ഒരു ആലങ്കാരികമായിട്ട് ബൈബിളിൽ എഴുതിയതല്ല. All these are not just phrases written to beautify the Bible. ഒന്നുമല്ല. These are not written like that. നമ്മൾ ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെന്ന് പറഞ്ഞാൽ അതെ. We are the legislative assembly of God in this world, and it is true.
കയ്യപ്പിടിച്ചവർ ദൈവത്തിന് പോലും ഇനിയും തീരുമാനം എടുക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. Turn to your neighbor and say, shake hand and say that even God cannot decide anything in this world. നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. What you bind in this world will be bound in heaven. മോദിജി ഇവിടെ വന്ന് ഒരു പഞ്ചായത്തിൽ കയറി അവിടുത്തെ ഫയൽ എടുക്കുമോ? Will our Prime Minister Modi ji come over here and access a file from the local panchayat office? He will never do it. കാരണം ആ അതോറിറ്റി എന്ത് ചെയ്തിരിക്കുക, അവർക്ക് The reason being the authority has been delegated to that person. ഡെലിഗേറ്റഡാ. അതുപോലെ മനുഷ്യനാണ് ദൈവം ഏദൻ തോട്ടത്തിൽ ഭൂമിയുടെ അധികാരം കൊടുത്തത്. Similarly, it is to man that God has given the authority in അത് Eden. നഷ്ടപ്പെട്ടു പോയി. And he lost the authority. യേശു അത് തിരിച്ചെടുത്തു. And Jesus redeemed the authority. ഇങ്ങനെ പറഞ്ഞു, And he said like this. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു. All authority upon heaven and earth has been given to me, has been said to a man. അതൊരു മനുഷ്യനാ പറഞ്ഞു. Was told by a man. ദൈവമായ യേശു ക്രിസ്തു അല്ല പറഞ്ഞ, മനുഷ്യനായ യേശു ക്രിസ്തു. It was not the God Jesus Christ who told it, the man Jesus Christ who spoke these words. എന്നിട്ട് പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് തരിക. And he said, I am giving you this authority. നിങ്ങൾ പോയി കൈ വെച്ചാൽ രോഗി സൗഖ്യം. And when you lay hand on the sick, they will be healed. കൽപ്പിച്ചാൽ ഭൂതങ്ങൾ When പുറത്താകും. you command, the demons will flee. ഇത് പറഞ്ഞിട്ട് കർത്താവ് പോയി ഇരുന്നു. And he said, spoke these words, and he went and was seated. ഇരുന്നെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്റെ മിനിസ്ട്രി തീർന്നെന്ന്. And what does it mean being seated? That means he has fulfilled his ministry. അടുത്ത വാക്യത്തിൽ അവർ എഴുന്നേറ്റെന്ന്. And the next verse said, they rose up. കയ്യെ പിടിച്ച് പറയുന്ന കർത്താവെ എഴുന്നേക്കാൻ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. Turn to your neighbor and say, don't ask the Lord to rise up and do things. പഴയ നിയമ പ്രാർത്ഥനയാന്ന് പറഞ്ഞു. That is an Old Testament prayer. കർത്താവ് ആവശ്യത്തിന് എഴുന്നേറ്റായിരുന്നെന്ന് പറഞ്ഞു. Lord has risen and done everything. It is done and dusted. മുട്ടയിലെഴഞ്ഞു, അടി കൊണ്ടു, എല്ലാം ചെയ്തു. He rose up, he was beaten, he had ഇനി taken നിങ്ങൾ everything. മുട്ടയിലെഴയണ്ട. Now you need not suffer or be on your knees മാർട്ടിൻ for it. ലൂതർ എന്ന് പറഞ്ഞ അച്ഛൻ, A priest called Martin കത്തോലിക്ക Luther, പുരോഹിതൻ, a Catholic priest. റോമിലെ സാന്താസ് കാല എന്ന് പറഞ്ഞ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ എഴഞ്ഞുകൊണ്ടിരിക്കുക ദൈവാനുഗ്രഹം കിട്ടാൻ. In Romans called Sandra Scala, and he was kneeling and moving over there asking for the blessing of God. എനിക്കൊരു വാക്യം ഇങ്ങനെ കാണുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. And he saw a verse, the just shall live by faith. നീ മുട്ടയിൽ എഴയണ്ട, എഴയേണ്ടവൻ എഴഞ്ഞുകൊണ്ട് നീ പറഞ്ഞാൽ നടക്കും. You need not be on your knees. The one who had to kneel down, he had knelt down so that you can be victorious and command boldly. അങ്ങനെയാണ് താൻ 197 അന്ന് നിലനിന്നിരുന്ന വചനപ്രകാരമല്ലാത്ത കാര്യങ്ങൾ എഴുതി വിറ്റൻബർഗ് ദേവാലയത്തിന് മുമ്പിൽ കൊണ്ട് ഒത്തിച്ചു. So that day he wrote 197 tenets which was there in the word of God. He had written over there and put it in the Wittenberg church in Germany. Praise the Lord. Praise the Lord. Hallelujah. Amen. അങ്ങനെ അത് ആ അന്നത്തെ ആത്മീയ കാര്യങ്ങളെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊട്ടസ്റ്റൻസ് എന്ന് അവരെ വിളിച്ചു. So those who were protesting against the spiritual atmosphere of that place were called Protestants. പ്രൊട്ടസ്റ്റൻസ് അല്ലായിരുന്നു അവർ. They were not Protestants. ആ വിശ്വാസം അവർ പുലർത്തി. They continued in that walk of faith. എല്ലാ സഭകളും ബൈബിളൊക്കെ കയ്യിലെടുക്കാൻ തുടങ്ങിയിരിക്കുക. And then every church had started using the Bible. എടുത്ത് അടുത്ത ആളെ ഒന്ന് വീശിയിട്ട് പറഞ്ഞ വല്ലപ്പോഴൊക്കെ വായിക്കണം, നിങ്ങളുടെ ഭരണഘടനയായതെന്ന് പറഞ്ഞു. Take your Bible, show it to the neighbor and say, read it in between because this is your constitution. Constitution ആണെന്ന് പറ. Show it to your neighbor and say, this is your constitution. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഇന്ത്യൻ ഭരണഘടന ഉള്ളതുപോലെ ഹെവൻ കിങ്ഡം ഓഫ് ഗോഡിന്റെ ഭരണഘടനയാണ്. Just like there is a constitution of India, similarly this is the constitution of the kingdom of heaven. നീ ആരാന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. It is written that who you നീ are. പറഞ്ഞാൽ എന്ത് നടക്കുമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. When you speak, what will happen is written in that book. കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. Let us all clap our hands and let us all give praise to our Lord. ഒന്നുകൂടെ ഒന്ന് ആരാധിച്ചേ. Let us all start worshiping to the Lord. അവൻ ദൈവസഭ കൂടണം,
അതാണ് സഭായോഗം. The church should assemble together, and that is the church or the church assembly. ഇന്ത്യൻ പാർലമെന്റ് കൂടുന്ന പോലെ Just like how the parliament gathers സഭ together. പ്രാർത്ഥിച്ചാലേ ദേശത്ത് സമാധാനം ഉണ്ടാകത്തുള്ളൂ. Only when the church prays, there will be peace in the land. ഡിസംബർ 31 തങ്കു ബ്രദർ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ചല്ലോ. When December 31st, Tangu brother led us in prayer. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച്. Let us all lift up our hands. ലോകം മുഴുവൻ യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. There are wars happening all over the world. ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഒത്തിരി പ്രതിസന്ധികൾ നടക്കുന്നുണ്ട്. Various turmoils, persecutions happening against Christianity in India. വിശുദ്ധകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. Let us all lift up our holy hands. മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ As Moses, his hand was lifted high. ആരാമിന്റെ സൈന്യം ഓടിപ്പോയെങ്കിൽ As Aram's army flee that ഈ place. ഉയർന്ന കയ്യിൽ അത്ഭുതമുണ്ട്. Your lifted hand is a miracle hand. വിടർന്ന കണ്ണിൽ അത്ഭുതമുണ്ട്. Your lifted eyes are a miracle നാവിന്റെ eyes. തുമ്പിൽ അത്ഭുതമുണ്ട്. At the tip of your tongue there is miracle. കാലെടുത്ത് വെക്കുന്നിടത്ത് അത്ഭുതമുണ്ട്. Where you step on your foot will say you'll see a miracle. നിന്റെ പ്രസൻസിൽ അത്ഭുതമുണ്ട്. In your presence there is നിന്റെ miracles. ശബ്ദത്തിൽ In അത്ഭുതമുണ്ട്. your voice there is നിന്റെ miracles. പാട്ടിൽ അത്ഭുതമുണ്ട്. In your song there is a നീ miracle. പ്രോഫസി ചെയ്താൽ അതിനകത്ത് അത്ഭുതമുണ്ട്. When you prophesy there is a miracle. നിന്റെ വാക്ക് കേട്ടാൽ ഉണങ്ങിയ എല്ലുകൾ ജീവിച്ചു വരും. When they hear your words, dry bones will turn into flesh. നീ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടാൻ തുടങ്ങും. As you come down the mountain, demons will flee that place. അത്ര വലിയ പവറാണ് നിന്റെ കൈ തന്നിരിക്കുന്നത്. Such great power is in you. That is the authority of the church. അതാണ് സഭയുടെ അധികാരം. അത് ദൈവത്തിന്റെ അസംബ്ലിയാണ്. That is the assembly of the ഇപ്പൊ Lord. കാണുന്നൊന്നും കണ്ട് പേടിക്കരുത്. You should not be afraid at anything. കരമൊന്ന് അടിച്ചാത്മാവിൽ കർത്താവിന് സ്തോത്രം Clap ചെയ്യാം. your hands and glorify our Lord. ആ കിങ്ഡം ഓഫ് ഗോഡിന്റെ ഭാഷ ഒന്ന് സംസാരിച്ച്. Start speaking the language of the kingdom. കിങ്ഡം ലാംഗ്വേജ് ഒന്ന് സംസാരിച്ച്. Start speaking the language of the എല്ലാവരും kingdom. എല്ലാവരും എല്ലാവരും രാബാല രാജാല ധാര ധാല റൂഡ ബാബ ബാബ അർഗ രാജ ധിക ബാബ ശം എല്ലാവരും ആരാധിക്കാം. പുരഗല ഗക്ഷ സംദർ ജാനഗര ഗഡാന ഗഡാന ഗദാന ഗദാ റോ ബാബ ബാബ രാജ റൂഡ രതന പുര സംദർ ജാനരി കാ ബാബ പുരഗ രാജ ഗര ഗദാന ഗഡാന ഗഡാന ഗദാന ഗദാന ഗദാ. Praise the Lord. സഭായോഗത്തിൽ വരാതിരിക്കുന്നതിലൂടെ സഭായോഗം മുടക്കാം. So by not coming to the assembly of the church physically, you can forsake the അങ്ങനെ assembly. വരാതിരിക്കാൻ ആർക്കും അനുവാദമില്ല. No one has the permission to forsake the assembly. ദൈവത്തിന്റെ പാർലമെന്റ്. This is the parliament of God. പാർലമെന്റിൽ മെമ്പർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. Member of parliament cannot forsake the parliament assembly. വന്നിട്ട് ശ്രദ്ധയില്ലാതിരുന്നാലും നമുക്ക് ഇതിൽ പങ്കെടുക്കാതിരിക്കാം. Even after coming here, you can be absent mentally, and then you are forsaking. എല്ലാ ആഴ്ചയിലും ഓർപ്പിക്കുമല്ലോ, ആ എബ്രായർ 10 പറയുന്നത് ഈ സഭ കൂടുന്നത് സ്വർഗത്തില്. Just as how it is reminded in Hebrews 10 that we are gathering in heaven. ശരീരമേ നാഗമ്പടത്ത് കോട്ടയത്തുള്ളൂ. Only our body is here in Kottayam. അല്ലെ ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ട് അവിടെ കയറി ചെന്ന് അവിടെയാ സഭായോഗം നടക്കുക. We have been cleansed by the water and we are entered into a consecrated place that is the heavenly place. അതുകൊണ്ടാണ് കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മാവിലായപ്പോ പിന്നെ കണ്ടതാൻ സ്വർഗത്തിൽ നിൽക്കുന്നത്. That is why it is written on the Lord's day, John was in the spirit and then he saw the Lord. കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വെളി വന്നേ. So come out of the problems you faced last week. യോഹന്നാനെ പത്മോസിലല്ല നീ കിടക്കുന്നതെന്ന് പറ. Turn to your neighbor and say, John, you are not in Patmos. പൗലൂസേ നീ ജയിലിലല്ല കിടക്കുന്നതെന്ന് പറ. Paul, you are not in the prison anymore. യോഹന്നാനെ നീ പത്മോസിലല്ല കിടക്കുന്നത്. John, you are not in the island Patmos anymore. ആമേൻ Amen. ആമേൻ. Amen. യാക്കോബേ നീ പേടിച്ചോടി പോവല്ല. Jacob, you are not running away നീ from them. സ്വർഗത്തിന്റെ വാതിക്കല കിടക്കുന്നത്. You are at the door of heaven. നിന്റെ അടുക്കല ഗോവേണി നിൽക്കുന്നുണ്ട്. There is a ladder waiting for you. പഴയ നിയമത്തിൽ ഗോവേണി ഇവിടെ നിന്നെങ്കിൽ ഇവിടെ ഇപ്പൊ നീ ഗോവേണി കയറി അവിടെ നിൽക്കുക. In the Old Testament there was a ladder from there, but now you are at the end of the ladder. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? How many of you all believe this? ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. Only our body is ആ here. പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ താഴെ ഇട്ടിട്ട് Today cast away all those burdens. സ്വർഗ സ്ഥലങ്ങളിലേക്ക് ഒന്ന് കയറി നിൽക്കാം. Let us step into heavenly places. ഒന്ന് കയറി നിൽക്കാം. എഴുന്നേറ്റ് Let us all stand up and be in heavenly places. ആമേൻ. നമ്മുടെ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് Let us cast away our crowns രാജാതി രാജാവിനെ വർണ്ണിക്കാം. and let us glorify the King of Kings. യോഹന്നാന്റെ ശരീരം പത്മോസിൽ കിടക്കുക. Though John's body was in Patmos, ആത്മാവിലായപ്പം
കാണുകയാണ്. In the spirit he sees 24 മൂപ്പന്മാർ 24 elders. കിരീടങ്ങൾ They താഴെയിട്ട് are casting their crowns കുഞ്ഞാടിനെ ആരാധിക്കുന്ന കാഴ്ച. and they are worshipping the Lamb of അതൊന്ന് God. കണ്ടോണ്ട് സ്തുതിച്ചേ. See that and start ആ worshiping. മോന്റെ കാര്യം അങ്ങ് വിട്ടേരെ. Forget about the children's മോടെ issue. കാര്യം അങ്ങ് വിട്ടേരെ. Forget about your ആ daughter's ബിസിനസ് issue. കാര്യം അങ്ങ് വിട്ടേരെ. Forget about your business അതും ഇതും ഒക്കെ challenges. ഒന്ന് വിട്ടേ. Leave all those challenges. സഭായോഗത്തിൽ വന്നാട്ടെ. Let us all enter the heavenly place. സ്വർഗ്ഗത്തിലേക്ക് കയറിയാട്ടെ. Let us enter into the എല്ലാ heavenly കരങ്ങളും place. ഉയർത്തി അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്യാം. Lift up your hands and start worshiping the Lord. എല്ലാവരും ചേർന്ന് I enter the holy of holies. എല്ലാ കരങ്ങളും ഉയർത്തി Let us all lift up our hands. അതിവിശുദ്ധ സ്ഥലത്ത് കയറി I enter the holy of holies. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. Let us worship Jesus. നമ്മുടെ മനസ്സ് പലപ്പോഴും ആരാധനയ്ക്കെതിരാ. Our mind is many a times opposing worship. വേണേ ഇവിടെ പാടുന്ന പാട്ടെല്ലാം കൂടെ പാടാം. You can just sing it for namesake, ഒന്നും ആരാധനയല്ല. but it is not worship. സ്പിരിറ്റിൽ അവിടെ ചെല്ലണം. You worship in the spirit and you be there. ആമേൻ. അവിടെ കണ്ടേച്ച് വേണം ഇന്ന് ഈ വർഷം ജീവിക്കാൻ. You should see heaven and you should walk on this earth. ഈ വർഷം മുഴുവൻ അവിടെ നിന്നുകൊണ്ട് ഇവിടെ ജീവിക്കണം. Dwell in heaven and live the entire year on this earth. ഈ വർഷം മുഴുവൻ The entire year. ഈ പ്രശ്നങ്ങൾക്കകത്ത് ജീവിക്കരുത്. Do not live in these problems over here. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് That is why about Jesus. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ. The one who was seated in the bosom of the Father and who had come over in this യേശുവിടെ world. പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ പിതാവിന്റെ മടിയിൽ ഇരിക്കുക. While Jesus was facing difficulties in this world, he was still seated in the bosom of the Father. അവനൊന്ന് ചാരി ഇരുന്നേ. Let us lean on to him. ഭാരമെല്ലാം ഒന്ന് വിട്ടേ. Let us forget all our ആ burdens. പ്രശ്നങ്ങളൊന്നും ഓർക്കാതെ. Let us not remember any problems. അതുകൊണ്ടാണ് യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ That is why when John was in the island of വലിയൊരു Patmos, ശബ്ദം കേട്ടു. he heard a loud voice, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. just like the sound of rushing water. ആത്മാവിലായപ്പോഴാ കേട്ടു. He was in the spirit when he heard that. പക്ഷെ പുറകിലാ ശബ്ദം. He heard the voice behind him. ദൈവം യേശു പുറകിൽ പോയി നിന്നല്ല. It was not that Jesus stood behind him. അടുത്തിരിക്കുന്നുള്ള യേശു നിങ്ങളുടെ കറക്റ്റ് സ്ഥാനത്ത് തന്നെ നിൽപ്പുണ്ടെന്ന്. Turn to your neighbor and say, Jesus is in the right position before you. നിങ്ങളാ തിരിഞ്ഞിരുന്നെന്ന് പറഞ്ഞു. You are the one turning behind. നിങ്ങളാണ് ആ പ്രശ്നത്തെ നോക്കി അവരങ്ങനെ ഇവരിങ്ങനെയാന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്നു. You are the one turning away from him, talking about the അങ്ങോട്ട് problem. ചെറുപ്പം അവരുടെയൊക്കെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പറഞ്ഞു. Turn to your neighbor and say, lift your eyes off your ആ problems. പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണെടുത്ത് Lift your eyes off every problem. തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ, Look unto the face of Jesus. മുറിവുകൾ ഉള്ളവനെ നോക്കാമെങ്കിൽ, Look unto the one who was അറുക്കപ്പെട്ട beaten. കുഞ്ഞാടിനെ നോക്കാമെങ്കിൽ, Look unto the lamb who was slain. സ്വർഗ്ഗത്തിലെ ശബ്ദങ്ങൾ നിന്റെ ചെവിയിൽ വരും. And you will hear the voice of heaven in your ഇനി ears. നീ താഴോട്ട് വന്നാൽ നീ ആയിരിക്കും ലോകത്തെ നിയന്ത്രിക്കുന്നത്. And then when you move into the world, you will എല്ലാ control കരങ്ങളും the earth. ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. 1-2 മിനിറ്റ് അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചിട്ട് Let us speak in tongues for a few minutes. I enter the holy of holies. I enter to the plan of the Lamb. I enter to worship you only. I enter to honor I am. കരങ്ങൾ ഉയർത്തി. Lord, I worship
I enter to the blood of the Lamb. I enter to worship you only. I enter to honor I കരങ്ങൾ ഉയർത്തി ലോർഡ് ആ കൈ ഉയർന്നിരുന്നാൽ ദുഷ്ടന്റെ കൂട്ടങ്ങൾ ഓടിപ്പോകും. If your hand is lifted up, every enemy will flee. നിന്റെ കൈ ഉയർന്നിരുന്നാൽ When your hand is lifted up, ദുഷ്ടൻ ഓടിപ്പോകും. enemy will flee. നീ സ്വർഗസ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. You are seated in heavenly places. Worship you, for your name is holy. Holy. for your name is Praise the Lord. സ്വർഗത്തിൽ കയറിയവരൊക്കെ എത്ര പേരുണ്ട് ഇവിടെ? How many of you all are here who have entered into the heavenly ആ places? മുഖത്തൊരു ചിരി കാണുമല്ലോ. All those who have entered in heavenly places, they will see a smile on their face. സ്വർഗത്തിൽ യുദ്ധമില്ല പറഞ്ഞാട്ട്. Because there is no war, there is no fighting in heaven. അവിടെ കണ്ണുനീരില്ല. And there is no crying in heaven. അവിടെ വേറെ പ്രശ്നം വല്ലതും ഉണ്ടോ? There is no other problem in heaven. സ്വർഗത്തിൽ പോയിട്ട് ഇങ്ങനത്തെ വിഷയം വല്ലതും ഉണ്ടായിരുന്നോ? Turn to your neighbor and ask, was there any problem when you have visited heaven? ഒന്നുമില്ലല്ലോ. സ്വർഗം വിസിറ്റ് ചെയ്തവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. All those that visited heaven, lift ഞാൻ up your വെറുതെ hands. പറയല്ല, അവിടെ വിസിറ്റ് ചെയ്തേച്ച് വേണം ഇവിടെ We നടക്കാൻ. have visited there and we have reached here. എന്നാൽ നിന്റെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. And no problem can stand before you. നമ്മുടെ കർത്താവ് 3 ശിഷ്യന്മാരുമായി മറുരൂപമലയിൽ പോയി. Lord and his 3 disciples had gone to the Mount of Transfiguration. അപ്പൊ താഴെ ബാക്കി 9 ശിഷ്യന്മാർ ഒരു ഭൂതത്തെ കൈകാര്യം ചെയ്തിട്ട് അത് പോകുന്നില്ല. 9 disciples, they were trying to handle a demon affected person and the demon is not fleeing. സ്വർഗവുമായിട്ട് ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഇവര് 4 പേരും കൂടെ ഇറങ്ങി വരിക. 4 of them had an encounter with heaven and they had descended onto the earth. അവരെ കണ്ടപാടെ ഭൂത അലറി ഓടുക. As soon as the demon saw them, the demon flee that place. അടുത്തിരിക്കുന്നവർ ഞാൻ സ്വർഗത്തിൽ പോയേച്ച് വരാമെങ്കിൽ പണി കുറവുണ്ടെന്ന് പറഞ്ഞാട്ട്. Turn to your neighbor and say, if you visit heaven and return, then there's less work to do in this world. നിങ്ങൾ ഒത്തിരി പണിതാലും ഒന്നും നടക്കത്തില്ല പറഞ്ഞാട്ട്. Otherwise, no matter what you do, nothing will change. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാമെങ്കിൽ പണി വളരെ കുറവുണ്ട്. If you visit heaven and you return, there's അവരെ very less ചിന്തിച്ച് little ഇവരെ work. ചിന്തിച്ചിരിക്കരുത്. You do not need to worry and this. ഇപ്പോൾ സ്തോത്രം രോഗങ്ങൾ ഇവിടെ ഇപ്പൊ സൗഖ്യമാവും. Right now, the sick will be healed over here. ഇപ്പൊ സൗഖ്യമാവും. Right now, they will be ഇപ്പൊ healed. സൗഖ്യമാവും. Right now, യേശുവിന്റെ നാമത്തിൽ. in the name of Jesus. ഡോക്ടർമാരെ വിധി എഴുതിയ രോഗങ്ങൾ ഇന്ന് ഇവിടെ സൗഖ്യമാവും. Doctors had written you off, such sicknesses will be healed. ഡോക്ടർമാർ ഇതിന് രക്ഷയില്ല എന്ന് വിധി എഴുതിയ രോഗങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് സൗഖ്യമാവും. Doctors have declared that there is no other hope, such sickness will be healed over here. കാരണം സഭ സ്വർഗത്തിൽ നിന്നോണ്ടാ ശുശ്രൂഷിക്കും. Because the church is standing in heaven and declaring. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് കിട്ടി. Morning as I woke up, I saw a message. ഒന്നുകൂടി ഇരുന്നോളൂ. You can be seated once more. കുര്യൻ ബ്രദറാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. Korean brother sent me a message. ബുധനാഴ്ചകളിൽ ഇവിടെ വരുന്നവർ കണ്ടു കാണും. ഒരു 3-4 ബുധനാഴ്ച മുമ്പ് ഒരു കുടുംബം ഇവിടെ വന്ന ഒരു മകൾക്ക് ബ്രെയിൻ ട്യൂമറും ക്യാൻസറുമായിട്ട് വന്ന് ഓർക്കുന്നുണ്ടോ? In the Wednesday meetings, all those who come would remember 3-4 weeks ago, a family had come whose child is suffering with brain tumor. അത് നമ്മുടെ മീഡിയയിലുള്ള നമ്മുടെ വിനോദ് ബ്രദറിൻ്റെ എങ്ങനെ അനിയൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിനോദ് ബ്രദർ ഇവിടെ ഉണ്ട്. എന്നോട് ഞാനിപ്പോൾ ചോദിച്ചായിരുന്നു. വിനോദ് ബ്രദറിൻ്റെ അനിയൻ അവരുടെ വീട്ടിൽ ഈ ചെതലിന് മരുന്നടിക്കാൻ വന്ന 2 ചെറുപ്പക്കാരോട് യേശുവിനെ പറഞ്ഞപ്പോൾ അവരവിടെ നിന്ന് കരഞ്ഞ് അവിടെ വെച്ചുണ്ടായ അനുഭവത്തിൽ ഒരു കോഴിക്കോട് ചെന്ന് ഈ ബ്രെയിൻ ട്യൂമറായ കുഞ്ഞിനെ കോട്ടയത്തേക്ക് പറഞ്ഞയച്ച് ചൊവ്വാഴ്ച ഇവിടെ വന്നൊരു ഹോട്ടലിൽ താമസിച്ച് ബുധനാഴ്ച ഇവിടെ വന്നത് എത്ര പേര് കണ്ടായിരുന്നു? This family had come from a far off place, stayed here in a hotel to attend the meeting. ആ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ താഴെ വീണ ഭൂത ഇളകുന്ന കണ്ടായിരുന്നു. The child was with brain tumor. While praying, she fell down in the power of God and the demon fled. ഇന്ന് രാവിലെ മെസ്സേജ് കിട്ടി. കഴിഞ്ഞ ദിവസം പോയി ചെക്ക് ചെയ്തു. ആ പെൺകുട്ടിക്ക് ക്യാൻസർ ഇല്ല, അത്ഭുത സൗഖ്യം.
Today morning I received a message. They went and tested. There is no trace of cancer. The Lord has completely healed. എനിക്ക് പുതുവർഷത്തേക്ക് 2026 ഒരു 6 കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. I have 6 things to share to the church in this 2026. 6 കാര്യങ്ങൾ നടക്കുമ്പോൾ 7ാമത്തേത് വെളിപ്പെടും. When the 6 things happen, the 7th will be revealed. 7ാമത്തെ ദൂത് നിങ്ങൾ ഞാനും കേട്ടിട്ടുള്ളതാണ്. The 7th message for the church is already seen by you. ലോക ഉണർവിന് ഒരു ഉന്നത ഗോപുരമായി ഹെവൻലി ഫീസ്റ്റിനെ ഉപയോഗിക്കും. Heavenly feast will be a tower for the world revival. ഹെവൻലി ഫീസ്റ്റ് തന്നെ അല്ല ഉണർവുണ്ടാക്കാൻ പോകുന്നത്. Only heavenly feast is not going to cause a ഈ revival. നാളുകളിൽ സഭകളെ ഒക്കെ കർത്താവ് കോർത്തിണക്കാൻ പോവാ. Lord is going to stir the churches up. അതിന്റെ മധ്യത്തിൽ ഹെവൻലി ഫീസ്റ്റ് ഒരു ലൈറ്റ് ടവർ ആയിരിക്കും. And between them, heavenly feast will be the light tower. ഓൾറെഡി അങ്ങനെയാണ്. Already it is like that. പലരും സമ്മതിച്ചിരുന്നില്ലെന്നേ ഉള്ളൂ. Many people are not agreeing to it. സമ്മതവും നമുക്ക് വേണ്ട. And we don't need പക്ഷേ that അത് കർത്താവ് agreement. ചെയ്യാൻ പോവാ. But the Lord is going to do it. രാജ്യങ്ങൾ ചെയ്യാൻ പോവാ. Lord is going to do that in nations. അതിനു മുമ്പായിട്ട് ഒരു 5-6 കാര്യങ്ങൾ ചെയ്യണം. Before that, 5 to 6 things that we have to do. അതിനകത്ത് ഒരു ദർശനം എനിക്ക് തന്നത്. And the Lord showed me a vision. എന്താണ് 31 പ്രസംഗിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ As I was praying and preparing for the 31st 3 meeting, വെളിപ്പാടുകൾ തന്നിരുന്നു. Lord gave me 3 അതിലൊന്ന് directions. ഇതാണ്, രോഗസൗഖ്യം നമ്മൾ കണ്ടിട്ടില്ലാത്ത ലെവലിൽ നമ്മുടെ വീടുകൾ മുതൽ. One prophecy was that healings which we had never seen starting from our homes. മീറ്റിങ്ങുകളിൽ വരെ നടക്കും. From homes to every meeting we നമ്മൾ go. ഉദ്ദേശിക്കാത്ത പലരാലും അത് നടക്കും. It is going to happen through people we did not expect it to കുഞ്ഞുങ്ങളുടെ happen. കൈയാൽ നടക്കും. It is going to happen through hands of children. ഈ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും കൈയാൽ It നടക്കും. is going to happen through the hands of our brothers and sisters over here. നമ്മുടെ വിനോദ് ബ്രദറിന്റെ ബ്രദർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊട്ടി കരയാൻ തുടങ്ങി. Vinod brother's brother, as he was speaking, they broke അവിടെ down. ചെന്ന് കോഴിക്കോട്ട് നിന്ന് ഇവിടെ ആളെ വിട്ടു. The workers, they traveled to Kozhikode and sent the family ബുധനാഴ്ച here. മീറ്റിംഗുകൾ ഈ ഹാളല്ല നിറയാൻ പോകുന്നത്, ഈ 2 ഗ്രൗണ്ടുകളും നിറയും. In the Wednesday gatherings, not only this hall, both the grounds are going to be filled. ഈ നാളുകളിൽ ഇന്ത്യയിൽ പല എതിരുകൾ നമ്മൾ കണ്ടു. These days in India, we see various എന്നാൽ കണ്ടോണം persecutions. ഗ്രൗണ്ടുകൾ നിറയുന്ന കാഴ്ച. We are going to see stadiums or grounds being filled. അത് നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. We had already seen it. എന്നാൽ അതിന്റെ അടുത്ത ലെവൽ ഈ വർഷം വെളിപ്പെടും. We are going to see next level this year. അല്പസമയം കരമടിച്ച് ആത്മാവിൽ സ്തോത്രം Let ചെയ്താൽ us all clap and glorify our Lord for some time. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കുക. Let us all start speaking in the Spirit. ശുശ്രൂഷകർ എഴുന്നേറ്റ് എന്റെ കൂടെ വന്ന് All the എല്ലാവരും ആത്മാവിൽ ministers, പ്രാർത്ഥിച്ചു. all the ministers of the God by താഴെ name. യൂത്ത് ലീഡേഴ്സ് ബെന്നൊക്കെ ഒന്ന് മുമ്പോട്ട് വന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് വന്ന് യേശുവിന്റെ നാമത്തിൽ വലിയ ഡെലിവറൻസുകൾ ഇവിടെ നടക്കാൻ പോകും. Great deliverance is going to take place over here. ഇന്ന് അത് പറഞ്ഞിട്ട് കുര്യൻ ബ്രദർ എനിക്കൊരു ദൂത് തന്നു. ബ്രദർ, ഇന്ന് പകൽ വലിയ ഹീലിംഗ്സ് ഇവിടെ നടക്കുമെന്ന്. The Korean brother who sent the message also prophesied that this Sunday, today, we are going to see great miracles over here. ബുധനാഴ്ച മകള് സാക്ഷ്യം പറയാൻ കോഴിക്കോട്ട് നിന്ന് പിന്നെയും വരികയാണ്. God willing, this Wednesday the family is traveling and that girl is going to share a ഈ testimony. കാര്യങ്ങൾ ഇന്തോനേഷ്യയിൽ നടക്കും. This miracles will happen in നിങ്ങൾ Indonesia. വെറുതെ ഇവിടെ വിട്ടതല്ല. You have not come here accidentally. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഉണർവിനാൽ The revival that you are carrying from here, ഇന്തോനേഷ്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ you will see a work of the Lord never before seen in Indonesia. നിങ്ങൾ കാണാൻ പോകുകയാണ്. You are going to see that happen. വെറും വർഷിപ്പ് ലീഡർ മാത്രമായിരിക്കത്തില്ല. You are not only going to be just a worship leader. ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങളുടെ കൈയാൽ കർത്താവ് ചെയ്യാൻ പോവാ. Lord's miraculous hand is going to work through you all. വെറുതെ അല്ല ഓസ്ട്രേലിയയിൽ നിന്ന് സാമ്പ്രദനെയും കുടുംബത്തെ ഇവിടെ അയച്ചത്. It is not accidental that Sam brother and family have come from Australia. ഇവരുടെ നേരെ ഒന്ന് കൈ നീട്ടിയാട്ടെ. Everyone stretch your arms towards them. സാമ്പ്രദർ വിവാഹം കഴിച്ചത് ഒരു ഓസ്ട്രേലിയക്കാരത്തിയാണ്. Sam brother had married an Australian. അവളുടെ അപ്പനൊരു പാസ്റ്റർ ആയിരുന്നു. Her father was a pastor. ഈ ദിവസങ്ങളിൽ ചില മിനിസ്ട്രികളുടെ വലിയ ക്രിയ നടക്കാൻ അതിനെ ഇന്ന് ഇവിടെ വിട്ടത്. Lord is going to open doors of ministry. That is why you have been sent over here. ദൈവത്തിന്റെ വലിയ ഗ്ലോറി നിങ്ങളുടെ മേലെ ഇറങ്ങി വരികയാണ്. Lord's glory is descending upon this family. ദൈവത്തിന്റെ അത്ഭുതകരം, Lord's miraculous hand. നിങ്ങളുടെ പിതാക്കന്മാര് പ്രാർത്ഥിച്ചത്, Your fathers had prayed for it. what your fathers have prayed, പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്, അത് നിങ്ങളുടെ കയ്യിൽ കർത്താവ് ചെയ്യാൻ പോവാ. it is going to be fulfilled through you all. അവർ ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾ ചെയ്യും. What they couldn't do, you will do. എല്ലാ കരങ്ങളും അടിച്ച് വായി തുറന്ന് Let us all clap our hands and glorify Jesus.
ഒരു കാലഘട്ടം മാറാൻ പോവാ. A season is going to change. ചില പ്രതിസന്ധികൾ കാണുമ്പോൾ ഓർക്കും, Certain challenges you will അത് realize. തീരുകയല്ല. It is not going to എന്നെ end. കാണിക്കുന്ന പടികൾ, ആ പടികൾ, It is the next step. ആ പടികളിലോട്ട് ഒരു കാലെടുത്തൊന്ന് വെച്ച് It is the next step. കരം ഒന്ന് അടിച്ചാത്മാവിൽ കർത്താവിനെ സ്തോത്രം ചെയ്യാം. Clap your hands and start speaking in the spirit. അടുത്തിരിക്കുന്ന മക്കളെല്ലാം പവർഫുള്ളാ. Your person sitting next to you is powerful. അവര് പവർഫുള്ളാ. They are powerful. ചിലപ്പോ അവർക്ക് പ്രോബ്ലം കണ്ടേക്കാം, ചിലപ്പോ അവർക്ക് പരാജയങ്ങൾ കണ്ടേക്കാം, Sometimes they might face defeats. അവർക്ക് വിഷയങ്ങൾ കണ്ടേക്കാം. They might face problems. എന്നാൽ അവരിലുള്ളത് വെളി വരാൻ പോവാ. But what is in them is going to come out. പ്രശ്നങ്ങളാ നിന്നെ വെളി കൊണ്ടുവരാൻ പോകുന്നത്. Your problems are going to be your stepping നിന്റെ stone. മുമ്പിൽ തുറന്ന വഴി, The way before you. നിന്റെ മുമ്പിൽ തുറന്ന വഴി, The way before you. അതൊരു ശുശ്രൂഷയുടെ വഴിയാ. That is a door for അതൊരു ministry. ശുശ്രൂഷയുടെ That വഴിയാ. is a door for ministry. നിന്നിൽ ദൈവം നിക്ഷേപിച്ചത്. What God has put in you. നിന്റെ കയ്യാൽ ഡ്രഗ് അഡിക്റ്റുകൾ വിടുതലാകുന്ന കാഴ്ച. I see drug addicts being delivered through നിന്റെ you. ഭവനം അഡിക്ഷന് തകർന്ന വീടായിരുന്നെങ്കിൽ Your house was destroyed by addiction. നിന്നാൽ അനേകരെ കർത്താവ് വിടുവിക്കാൻ പോകും. Through you, many are going to be delivered. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു. Everyone start speaking in ദൈവത്തിന്റെ spirit. ആത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ As Holy Spirit is revealing right now. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവാ. As Holy Spirit is going to ഈ reveal right കുഞ്ഞുങ്ങളെ now. മുഴുവൻ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോവാ. Lord is going to use these children mightily. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത നിലയിൽ, In a never before seen manner. ഇതുവരെ ഉപയോഗിച്ചിട്ട് In a never before seen manner. വെറും പാട്ട് കൊണ്ട് നിൽക്കത്തില്ല. You are not only going to stop at songs. അകത്ത് തന്ന മിനിസ്ട്രി, The ministry in you. മാതാപിതാക്കൾ ചെയ്തത്, What your parents have done. അതിന്റെ ലെവലുകളിൽ കർത്താവ് വെളിപ്പെടുത്തും. Multiple levels you're going to see. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. Everyone start speaking in tongues. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. Everyone start speaking in tongues. പുതുവർഷം നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ The new year we are going to see unimaginable. ഓരോ വീടുകളിലും കർത്താവ് ചെയ്യും. Lord is going to do that in your house. ഓരോരുത്തരിലൂടെയും ചെയ്യും. Lord is going to do that through each one of you. ദൈവത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാ ഇത്. Oh, we are the legislative assembly of God. വെറുതെ എഴുതി വെച്ച കാര്യമല്ല. It is not written അത് accidentally. വിശ്വസിക്കുന്ന മക്കൾ കരമടിച്ച് ആത്മാവിൽ All സ്തുതിക്കാം. those who believe, clap your hands and start speaking in the spirit. ഈ സമയത്ത് എനിക്ക് രോഗസൗഖ്യം വേണം, വളരെ ഭാരപ്പെടുന്നു എന്ന് പറയുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കുക. Right now, all those who are sick and facing pain in your body, right now, you want a healing, stand up wherever you are. ആർക്കാണ് കിഡ്നി സംബന്ധമായ ഒരു പ്രോബ്ലം ഉള്ള ആൾ ഇവിടെയോ നിങ്ങളുടെ വേറൊരാളോ അങ്ങനെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പിടിക്കും. Someone having kidney issues, kidney problems, if you are here, lift up, or if you're praying for someone, lift up right now. ഇതൊരു മുഴയാണ്. എത്ര നാളായിട്ട് ഇതുണ്ട്? ഒത്തിരി വർഷമായിട്ട്. അത് സൗഖ്യമായതായിട്ട് കണ്ടോണം. Sisters having a tumor, Lord is going to heal it right now. വേറെ ആർക്കെങ്കിലും ഒരു രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം, മുമ്പിൽ വരാം. Anyone else who desire a healing in your body, you can stand up or come forward. അത് കൂടാതെ ഫൈബ്രോയിഡ് ആയിട്ട്, അതുപോലെ ജോസി ബ്രദറിന് യൂട്രസിൽ മുഴയായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് ആരോ വന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ പറഞ്ഞ ഫൈബ്രോയിഡ്. Lord reveals that someone with a fibroid and uterus is being healed right now. തങ്കു ബ്രദർ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇന്ന് വലിയ ഹീലിംഗ്സ് ഇവിടെ നടക്കും. Tangurwad had sent me a message that mighty healings are taking place. കർത്താവ് ചെയ്യാൻ പോവാണ്, കർത്താവ് ചെയ്യാൻ പോവാ. Lord is going to do that right now. വന്നാട്ടെ ഈ ബ്രദറിന് എന്താ പ്രയാസം? ഈ ബ്രദറിന് എന്താ? ഫൈബ്രോയിഡ് ഉണ്ട്. സൗണ്ട് പോയി, അത്ഭുത സൗഖ്യമാകും. Brother has lost his sound. Lord is going to restore it right ഇന്ന് now. സൗഖ്യമായി, ഇന്ന് വിടുതലാവും. സ്വോത്ര പുതുവർഷത്തിൽ ആ പ്രശ്നങ്ങളോടെ ആരും ജീവിക്കണ്ട. വിടുതൽ വേണ്ടിവർ എഴുന്നേറ്റ് നിൽക്കണം, ഓടി മുമ്പ് വരണം. You need not carry your sickness this year. Lord is healing you right now. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് കാണും. All those who are praying for children, for ആ blessing കുഞ്ഞിനെ of കൊണ്ട് children, മുമ്പിൽ വന്നാട്ടെ. you can come forward right now. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം. Let us all stand up in the presence of the കരങ്ങൾ Lord. ഉയർത്തിയ സ്വർഗ്ഗസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. Let us stand in heavenly places and lift up our hands and praise the Lord. ആർക്കൊക്കെ എന്തെങ്കിലും ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ മുമ്പോട്ട് വരാൻ പറയാം. എല്ലാ കരങ്ങളും ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. Everyone lift up your hands and start Thank speaking you, to the Lord. Jesus. Thank you, Jesus.
എല്ലാ മുട്ടും മടങ്ങുമെന്ന് പാടി കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാ മുട്ടും മടങ്ങും. Every knee shall bow before the Lord. എല്ലാ മുട്ടും every knee shall bow. Every knee shall bow before the Lord. എല്ലാ കരങ്ങളും ഉയർത്തി Let us all lift up our hands. ആ ഒറ്റ നാമമേ നമ്മൾ ഇവിടെ ഉയർത്തത്തുള്ളൂ. അത് യേശുവിന്റെ We നാമമാണ്. only raise one name, and that is the name of ആ Jesus. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങാത്ത ഒരു മുഴങ്കാലുമില്ല. There is no knee that doesn't bow before the name of എല്ലാ Jesus. കരങ്ങളും ഉയർത്തി യേശു എന്ന് പറഞ്ഞോട്ടെ. Let us all lift up hands and say പറഞ്ഞോട്ടെ Jesus. യേശു എന്ന് പറഞ്ഞോട്ടെ. Jesus. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോരേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എന്താ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ഉണ്ടായേ? What happened while praying? What did you experience? എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. I experienced cool on എനിക്ക് ഇപ്പോഴും ഉണ്ട്. എൻ്റെ കയ്യിലും എല്ലാവരും my hands and my body have become cold completely. എൻ്റെ യേശു എനിക്ക് സൗഖ്യം തന്നു. Lord has healed me completely. And every knee shall bow, every tongue That Jesus Christ is Lord. hallelujah. Praise the Lord. Amen. ഈ ജാനുവരിയിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്ന ആരൊക്കെ ഉണ്ടല്ലോ? കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. I'm being afraid of a big problem this January. സാമ്പത്തികമാകാം, എനിക്കറിയില്ല എന്താ. It can be financial, I don't know what is related to, but you are afraid of something that is supposed to be happening this January. അവരുടെ കര ഉയർത്തി പിടിച്ചോ. You can lift up your hand right now. അവരുടെ കൂടെ ആരെങ്കിലും കൈവച്ചാട്ടെ. Someone standing with them, place കൂടെ your hand on them. കൈവച്ചാട്ടെ. Place your hand on that sister. നമ്മൾ ആരെങ്കിലും ഒന്ന് ചെന്ന് സാം ബ്രദർ ഒന്ന് ചെന്ന് കൈവച്ചാലും നല്ലതായിരിക്കും. Place യേശുവിന്റെ your hand on നാമം. that person. സഭയ്ക്ക് അധികാരം ഉണ്ടെന്നല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞു? ആണോ We were അല്ലയോ? talking that church has ആണോ? authority. കൈ ഉയർത്തി പിടിച്ച് Lift up your hand. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ In the name of Jesus. ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ മേലും On every problem that they are afraid ഞങ്ങൾ of, വിടുതൽ കൽപ്പിക്കുന്നു. we command the deliverance. അത്ഭുത വിടുതൽ കൽപ്പിക്കുന്നു. Let there be a miracle, Father. സാക്ഷ്യം ഇവിടെ വരുന്നതിനായി നന്ദി. Thank you for bringing those In testimonies Jesus' here. name. യേശുവിന്റെ നാമത്തിൽ. ഈ വർഷത്തിൽ ജാനുവരി ആണല്ലോ പറഞ്ഞത്, ഈ 2026 എന്ന് പറയുന്ന വർഷം കയറിയത് ഭയത്തിലൂടെയാണ്. എന്തോ ഭാരമുള്ള കാര്യം ഈ വർഷം ചിലപ്പോൾ ജപ്തി നടപടിയാകാം. ഓരോരുത്തരുടെ കാര്യം ഓരോന്ന്. 2026 ഏതെങ്കിലും ഒരു മാസം ആയിക്കോട്ടെ, ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കര ഉയർത്തിപ്പിടിക്കുക. In this year 2026, you're being afraid of certain things that are bound to happen. It can be a mortgage. We don't know what is the problem. If you're afraid of something, സഭ this അവരുടെ കൂടെ 2026, കൈവച്ചാട്ടെ. സഭ അവരുടെ കൂടെ കൈവച്ചാട്ടെ. church is going to command together. അതൊരു മിറക്കിളായി സാക്ഷ്യമായിട്ട് ഇവിടെ വരും. It will turn into a miracle and will come as a യേശു testimony. ക്രിസ്തുവിന്റെ നാമത്തിൽ In the name of Jesus. ബെന്നി ബ്രദറെ കൽപ്പിച്ചേ. Right now. പ്രാർത്ഥിക്കാം. തോമസുട്ടനെ എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, 12 വർഷം രക്തസ്രാവത്താൽ ഭാരപ്പെട്ട ആ സ്ത്രീയുണ്ട്, അവൾക്ക് വെളിയിൽ ഇറങ്ങാൻ മേല എന്ന് പറഞ്ഞതുപോലെ നാളുകളായിട്ട് വെളിച്ചം കാണാൻ കഴിയാതെ
റൂമിനകത്ത് അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ചിലർ, ബന്ധിക്കപ്പെട്ട് ചങ്ങല പോലെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ചിലർ, ഈ നാളുകളിൽ നമ്മളൊക്കെ ഇവിടെയുള്ള സാധാരണക്കാരായ വിശ്വാസികൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് അത് വലിയൊരു ചർച്ചയാകുന്ന നിലയിൽ. Lord told me that many who are bound and in their houses being sitting in dark rooms depressed, who are also bound by chains, are going to be delivered when we go and speak over there. ദോസോട്ടരെ ആ ഒരു സ്ത്രീയുടെ സൗഖ്യം ഇന്ന് ലോകമെമ്പാടും ഘോഷിക്കപ്പെടുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ ദേശത്ത് ഘോഷിക്കപ്പെടുന്ന നിലയിലുള്ള, നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത നിലയിൽ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറയട്ടെ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ധൈര്യത്തോടെ പോയി പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ അതൊക്കെ സംഭവിക്കാൻ പോവാ. If you hear about such people, go boldly and pray for them and they will be healed. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. കർത്താവേ, ഞങ്ങൾക്ക് കർത്താവ് ധൈര്യം തന്നു. Lord, you gave us boldness, O Lord. ഞങ്ങൾ മക്കളാണ്. We are children. ഞങ്ങൾ അവകാശികളാണ്. We are heirs. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഇവർക്ക് അവകാശപ്പെട്ടത്, Lord, what they are ഇവരുടെ rightfully മുമ്പിൽ theirs. നിക്ഷേപിക്കപ്പെട്ട് കിടക്കുന്നത്, What you have deposited ഈ in them. ദിവസങ്ങളിൽ In these days. ഇവരുടെ ജീവിതത്തിൽ In their life. അത് വെളിപ്പെട്ട് വരട്ടെ. Let it be revealed, ഇവരുടെ O Lord. ഇവരുടെ മുമ്പിൽ ഇവരെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന What has been making them afraid, ആ O Lord. വിഷയങ്ങൾ, Every ആ problem. മല പോലെയുള്ള വിഷയങ്ങൾ, Every problem അത് like a hill. സമഭൂമിയായി മാറട്ടെ. Let it become a land, O Lord. യേശുവിന്റെ നാമത്തിൽ In the name of ഇപ്പോൾ Jesus. തന്നെ കൽപ്പിക്കുന്നു. We command it അതിനുള്ള to വഴികൾ happen. തുറക്കട്ടെ. Let ways be opened. ഓടാമ്പലുകൾ തുറക്കപ്പെടട്ടെ. Let doors be opened, അത്ഭുതങ്ങൾ Father. നടക്കട്ടെ. Miracles take സാമ്പത്തിക place. നന്മ വരട്ടെ. Financial blessings യേശുവിന്റെ take place. നാമത്തിൽ In ആ Jesus' ഭയം name. മാറിപ്പോകട്ടെ. Let that അതിന് വിടുതൽ ഞങ്ങൾ fear കൽപ്പിക്കുന്നു. move in Jesus' യേശുവിന്റെ name. നാമത്തിൽ തന്നെ. In Jesus' name we pray. കരങ്ങളടിച്ച് 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 Clap your hands and glorify Jesus. ഒരിക്കൽ കൂടെ കരമുയർത്തി വീണ്ടും ഞങ്ങളോട് സംസാരിക്കണമേ. Lord, once again speak to us, O Lord. ഇവിടെ വന്ന ഓരോ മക്കളെയും കർത്താവ് വിടുവിച്ചിരിക്കാൻ നന്ദി. Thank you for delivering each and every one who had come മുമ്പിൽ over. വരാത്തവരുടെ മേലും വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി And thanking for making us hear the Lord testimonies of deliverance. ലൈവിൽ those who couldn't come. കാണുന്നവരുടെ മേൽ വിടുതൽ അയച്ചതിനായി നന്ദി. Thank you for sending your deliverance to those who are watching us online. യേശുവിൻ നാമത്തിൽ In തന്നെ Jesus' name we pray. ആമേൻ. Amen. ഒന്ന് രണ്ട് പേർക്കൊന്ന് കൈ കൊടുത്ത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയമെന്നൊന്ന് പറഞ്ഞ് ചിരിച്ച് നമുക്ക് ദൈവസ്ഥലിരിക്കാം. Give your hand to one or two of them and say that everywhere, every time we have victory through Christ, and be seated in your ഒരിക്കൽ places. കൂടി ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞാട്ട് Once again, shout hallelujah. ചൂട ശബ്ദത്തിലൊന്നായാലോ? അത് പോരല്ലോ, ഇവിടെ കേട്ടില്ലായിരുന്നു, Hallelujah. ശരിക്ക് കേട്ടില്ലായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം. Greetings to all in the name of our Lord and Savior Jesus തങ്കു ബ്രദർ Christ. പ്രത്യേകമായി വന്ദനം അറിയിക്കുന്നു. Greetings from Tangu brother. തങ്കു ബ്രദറും അനി സിസ്റ്ററും ദുബൈയിലേക്ക് കടന്നുപോയി ഇന്ന് അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നു. Tangu and Ani sister are right now in Dubai ministering over there. കഴിഞ്ഞ മീറ്റിംഗിൽ റോണക്ക് ശുശ്രൂഷിച്ചു. In the previous meeting over here, Ronak had ministered. അവരൊക്കെ ഈ ദിവസങ്ങളിൽ കടന്നു പോകേണ്ടതുണ്ട്. They are also bound to travel to Dubai. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഐസക്കും കെസിയായൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരും അടുത്ത
പ്രഭാതത്തിൽ അവർക്കും കടന്നു പോകണം. My children Isaac and Casey are also traveling the next morning. നിങ്ങൾ അവരെല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Do remember them in your prayers. തങ്കുബ്രനെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. Let us all give thanks to the Lord for Thangu brother. കഴിഞ്ഞ 31st മീറ്റിങ്ങിന് എല്ലാ വർഷവും വലിയ അനുഗ്രഹമാണെങ്കിലും ഈ വർഷം ഒരു പ്രത്യേകമായ ബ്ലെസ്സിങ് ഞാൻ അനുഭവിച്ചു. Every 31st is a blessing for us, but this year I experienced a special blessing. നിങ്ങൾക്ക് എത്ര പേര് അനുഭവം ഉണ്ടായെന്ന് I എനിക്കറിയാം. don't know how many of you will experience the same. തങ്കുബ്രർ ഇന്നലെ എല്ലാവർക്കും നന്ദി പറയായിരുന്നു. Thangu brother yesterday also had sent a thank you തങ്കുബ്രറിന് message. വേണ്ടി ഞാൻ പറയട്ടെ, I am speaking for Thangu brother. ഞങ്ങൾ ഒന്നിച്ച് പറയട്ടെ. We are conveying this together. നമ്മുടെ അങ്ങ് കണ്ണൂരുള്ളവരും വിദേശ രാജ്യങ്ങളുള്ളവരും ഒക്കെ ഈ 31ന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് ബേർഡൻ എടുത്ത് അവർ വന്നു. People who are far off in Kerala, in Kannur, and also from our abroad churches, they are all taken a lot of pain and come over here. ഇന്തോനേഷ്യൻ ചർച്ചിൽ നിന്ന് ലോറ സിസ്റ്ററും ഒരു ടീം ഇവിടെ വന്നു. A team from our Indonesian church, Laura sister, the entire team, please stand up. You all are here over here. കരമടിച്ച് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. Let us all clap our hands and glorify വളരെ Jesus. പെയിൻ എടുത്താണ് അവരെത്തിയത്. They had taken a lot of pain and had come over here. പ്രൈസ് ലോർഡ്. അതുപോലെ നമ്മുടെ രാജേഷ് ബ്രദർ കുവൈറ്റിൽ നിന്ന് അങ്ങനെ പല സ്ഥലം 31st വേണ്ടി മാത്രം വിദേശത്ത് നിന്നൊക്കെ വന്ന് വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി പിടിക്കാമോ? All those who had come to attend the 31st service, if there's anyone else, just lift up your hands. ഇവിടെ നമ്മുടെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ചിലർ പോയി അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. Many of them had come, they have returned to their land. I thank God for all of them. വളരെ സന്തോഷമുണ്ട് ജോസി ബ്രദറിനെയും കാണാനിടയായത്. I praise God we could meet Josie brother once again. എല്ലാവരെയും കർത്താവ് ഏറ്റവും അനുഗ്രഹമായിട്ട് ഉപയോഗിക്കട്ടെ. Lord, you use mightily each and every one of them. ഇതിന്റെ പുറകിൽ വോളണ്ടിയേഴ്സ് ആയിട്ട് നിന്ന് ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. There are many who volunteered for this meeting. അവരൊക്കെ ഒന്ന് കൈവീശി All കാണിച്ചു. those volunteers, just lift up your hands. ഓരോന്നും നല്ല ബെസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. You all had done each and everything in the most beautiful manner. ഒന്ന് എഴുന്നേൽപ്പിക്കുന്നല്ലാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് All those volunteers, if you could stand up, who were volunteers for 31st meeting. ഒന്ന് കരമടിച്ച് അവരെ ഒന്ന് അഭിനന്ദിച്ച്. ഇവര് മാത്രമല്ല, Let us all appreciate not only them. നമ്മുടെ പല സഭകളിൽ നിന്ന് 100 കണക്കിന് പേര് ഇതിൽ കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മീറ്റിംഗിലും ഉണ്ടായിരുന്നു. Over hundreds of them had come. They were in the previous meeting, also in other churches. മറ്റ് നമ്മുടെ സഭകളിൽ നിന്നൊക്കെ വന്നു. From various other churches of ours had joined. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുക. In the name of Jesus, we bless you. സഭയെ അനുഗ്രഹിക്കുക. The church is blessing you. നിങ്ങളെടുത്ത ബേർഡന്റെ അനുഗ്രഹം നിങ്ങളുടെ തലമുറ കാണും. The steps that you had taken, the burden you had taken, your children will see those blessings. Bless you. Blessings. ഇരുന്നാട്ട്. ഓസ്ട്രേലിയയിൽ എനിക്ക് വളരെ പ്രിയനായ ഒരു ബ്രദർ സാം ആൻഡ് ഹിസ് വൈഫ് നമ്മുടെ കൂടെ ഉണ്ട്. One of our dear family from Australia, brother Sam and wife is here. അവർക്കൊക്കെ വേണ്ടി അന്ന് ട്രാൻസ്ലേഷനൂടെ വെച്ചത്. That is why today translation is also ഇവരുടെ here. രണ്ടുപേരുടെയും പേരൻസ് കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. Both their parents are serving the Lord. ഇന്ന് കർത്താവ് എനിക്കൊരു ദൂത് തന്നു. അവര് ചെയ്തതിനേക്കാൾ വലുത് ഇവരിലൂടെ കർത്താവ് ചെയ്യും. Today the Lord gave a prophecy to you all that you will do greater than what they have അവരെ done. ഒന്ന് ബ്ലസ് ചെയ്ത് യേശുവിന്റെ നാമം. Bless that family in Jesus' God name. bless you. God bless you. പ്രൈസ് ലോർഡ്. കൂടാതെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്തൊക്കെ പറയുന്നില്ല. We're not mentioning in words what each and every one over here had done. നമ്മുടെ ബെന്നി ബ്രദർ, പിമാര്, All the ടോം ബ്രദർ, കുടുംബങ്ങള്, Diocese pastors, Benny ഇവിടുത്തെ brother, നമ്മുടെ Tom ഒത്തിരി brother, ഇവിടുത്തെ സ്ഥിരമുള്ള സഹോദരന്മാര്, the brothers who usually serve over here. ഈ ഒരു സംഭവം ഒരാഴ്ച കളയാതെ ഈ എയർ കണ്ടീഷൻ ടെന്റ് ഇവിടെ ഉണ്ടായി ഒരു സൺഡേ മീറ്റിംഗ് കളയാതെ ഇതിന്റെ പുറകിൽ ഒത്തിരി പേര് കഷ്ടപ്പെട്ടായിരുന്നു. Many of our brothers had toiled to get this setup done so that we don't lose even one Sunday service. തങ്കു ബ്രദർ ഒരു ദിവസം വന്ന് ഇവിടെ കളക്കുകയും ബെന്നി ബ്രദറും ഒക്കെ സ്ഥിരം ഇവിടെ ആയിരുന്നു. Benny brother, Tangbar, everyone were here doing all the labor of work over ഒരു here. പിടി മണ്ണ് പോലും ഇതിനകത്ത് ഇടാത്ത ഒരാളെ ഇവിടെ ഉള്ളത് തോമസ് ഊട്ടി ബ്രദർ മാത്രം. കാരണം പല യാത്രകളായിരുന്നു. അതുകൊണ്ട് മണ്ണൊന്നും ഇടാൻ പറ്റിയില്ല. സ്തോത്രം. അത് ശരിയായില്ല ഇത് ശരിയല്ല എന്നൊക്കെ കുറ്റം പറയാൻ എന്നെ കൊണ്ട് ഒത്തുള്ളൂ. ഒരു ഗുണവും പറയാൻ ഒത്തില്ല. പ്രൈസ് ലോർഡ്. നിങ്ങൾ ചെയ്തതിനെല്ലാം കർത്താവ് തലമുറകളായിട്ടുള്ള അനുഗ്രഹം. Lord bless your generations for everything that has been done. ഹാലലൂയ. ഒരു കാര്യം ഞാൻ മുമ്പേ ജീസസ് സ്കൂളിൽ ഓർപ്പിച്ച കാര്യം ഞാൻ പറയാം. I shared something in the Jesus school. I would like to repeat that. Here. അടുത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ കർത്താവിന് ഭയങ്കര മറവി ഭയങ്കര ഓർമ്മയാന്ന് പറഞ്ഞു. Turn to your neighbor and say, our Lord has great memory, but also he forgets a lot of things. നമ്മുടെ കർത്താവിന് ഭയങ്കര മറവിയാ ഭയങ്കര ഓർമ്മയാന്നൊന്ന് നോക്കി പറഞ്ഞു. Our Lord remembers everything greatly and also forgets a lot of things in a great manner. നിങ്ങൾ ഓർക്കുന്ന പലതും കർത്താവ് മറക്കുമെന്ന് പറ. Turn to your neighbor and say, what you remember, the Lord will forget. നിങ്ങൾ മറക്കുന്ന പലതും കർത്താവ് ഓർക്കുന്നു. Many things that you forget, the Lord will remember. നമ്മൾ ചെയ്ത പാപങ്ങൾ, All the sins that we had committed. ഇനി എന്തോ അബദ്ധം പറ്റിയാലും, No matter whatever wrongdoing has happened from our hand,
യേശുവെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ If we say, Lord, I've gone wrong, പിന്നെ ആ പുസ്തകത്തിൽ ഇല്ലിത്. then there is no record of that sin anywhere. നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് ഞാൻ പണ്ട് അത് ചെയ്തതാന്ന് പറഞ്ഞ ഏത് കർത്താവിന് ഓർമ്മയില്ല. If you go to heaven and say, Lord, I had done that mistake, Lord will ask which one I forgot. He doesn't remember it. നമ്മുടെ സ്വഭാവം ഞാൻ പറയാം. I say our nature. നമ്മുടെ ഇടപെടലിൽ ഒരു സഹോദരനോ ഒരു ദൈവദാസനോ തെറ്റ് പറ്റിയാൽ, ദൈവദാസിക്കോ തെറ്റ് പറ്റിയാൽ, If a man of God, a woman of God, if some wrong has been committed by them, അവര് കർത്താവിനോട് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ക്ലിയർ ആയാലും, even if they ask the Lord forgiveness and even if they have cleared, നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റേ പാർട്ടി വരുന്നുണ്ടെന്ന്. but when we see them, we think, oh, we haven't forgotten their wrong. അടുത്തിരിക്കുന്ന ആരുടെയും തെറ്റുകൾ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. Turn to your neighbor and say, don't keep a record of anyone's wrongdoings. The love never keeps a record of the wrongdoings. Amen. സ്നേഹം പാപങ്ങളുടെ കണക്ക് സൂക്ഷിച്ചു വെക്കുന്നില്ല. 1 Corinthians 13. കരമടിച്ച് വായി തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Clap your hands and glorify Jesus. മോശ പാപങ്ങളുടെ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം. അതിനെ ആ ലോ കൊടുത്തത്. Law must and should keep a record of all wrongdoings. That's why there's a law. എന്നാൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, But Holy Spirit ആ തെറ്റുകളെല്ലാം മായ്ച്ചു കളയും. wipes away all those wrongdoings. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന കർത്താവിന് ഭയങ്കര മറവിയാന്ന് പറഞ്ഞു. Turn to your neighbor and say, the Lord has he forgets a lot of things. അല്ല നിങ്ങളിങ്ങനെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുകയില്ലായിരുന്നെന്നൊന്ന് പറഞ്ഞു. And tell them, otherwise you wouldn't have been sitting here such decently. അതിനെല്ലാം ഒന്ന് കര ഉയർത്തി നന്ദി പറഞ്ഞാണ്. Lift up your hands and glorify Jesus. സത്യമല്ലേ ഞാൻ പറഞ്ഞു? Aren't I sharing the truth? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പത്തെ പറ്റിയ തെറ്റുകൾ അവിടെ അത് അന്നേ പോയി. There are sins that have been wiped away that we had done before we were saved. കർത്താവിലായ ശേഷം, After being saved, ശുശ്രൂഷ തുടങ്ങിയ ശേഷം, after starting off in ministry, എവിടെയെല്ലാം നമുക്ക് കാലിടറിയിട്ടുണ്ടല്ലേ? so many times that we had stumbled. യേശുവേ എന്ന് വിളിച്ചപ്പോൾ Just when we call upon Jesus, അതെല്ലാം ക്ഷമിച്ചെന്ന് മാത്രമല്ല, not only has he forgiven all that, നമ്മളെ ഒന്നുകൂടെ ഉയർത്തുക കർത്താവ്. once again he is lifting us up. നല്ല കർത്താവിനെ കര ഉയർത്തി നന്ദി പറഞ്ഞു. Let us all lift us up and praise that good God. ക്രൂശീകരണത്തിന് മുമ്പ് ഏറ്റവും വലിയ കുഴച്ചിൽ കാണിച്ച ആളാ പത്രോസ്. Peter had done the biggest mistake before crucifixion, വാളെടുത്ത് ഒരൊറ്റ വെട്ടുകൊടുത്തു. and he took the sword and cut off the ear. നീ വാളെടുക്കുമല്ലേ, You take the sword, right? ഉറയിലിട്ടോളാൻ പറഞ്ഞു. Put that sword where it belongs to. പക്ഷെ കൃത്യം 50 ദിവസം കഴിഞ്ഞപ്പം, But exactly 50 days after, 10,000-ങ്ങളെ തുടർന്നൊരു വാളെടുത്ത് കൈ കൊടുത്തു. and Lord gave him a sword that touches tens and thousands of people. പെന്തക്കോസ്ത് നാളിൽ താൻ വചനം പറഞ്ഞപ്പോൾ Or when he spoke the word on the day of Pentecost, നാട്ടുകാർ പറഞ്ഞു ഇവിടെ കൊത്തുകൊള്ളുന്നേ എന്ന് the പറഞ്ഞു. people shared that these words pierce our hearts. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, കഴുത്ത് വെട്ടുന്ന വോൾ കുറയിലിടുക, Turn to your neighbor and say, cast away that sword that cuts people's necks, ഹൃദയത്തെ തൊടുന്ന സ്നേഹത്തിന്റെ വാൾ, and use that sword of love which pierces people's heart. ക്ഷമയുടെ വാൾ, The sword of forgiveness. അത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. Lord has given that in our അങ്ങോട്ട് hands. ഉപദ്രവിച്ചവരെയും കൂടെ അങ്ങോട്ട് അനുഗ്രഹിക്കുമ്പോൾ Even those who humiliate us, when we bless them in ഒരു return, മുട്ട നിൽക്കും. ആ വാള് കെട്ടിയവർ എവിടെ ഇരിക്കുന്നു ഓരോരുത്തരും. all of us have received that sword. കരമുയർത്തി നമുക്ക് കർത്താവിന് നന്ദി പറയാം. Lift up our hands and glorify Jesus. അതുകൊണ്ടാണ് കർത്താവ് ആ പത്രോസ് എഴുതിയ പാട്ടാണ് ഇവിടെ കുഞ്ഞുങ്ങൾ പാടിയത്. What Peter had written, that song was sung by the singing Malayalam. ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെങ്കിൽ നീ. ഈ പത്രോസ് എഴുതിയതാണത്. This Peter wrote this song. അത്രയും ദൂരെ പോയതാണ്. I have gone that far. ആ പത്രോസിന്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ പോവാ. We're going to read a verse from the epistle written by Peter. ആ പത്രോസിന്റെ ലേഖനത്തിലുടനീളം All throughout the letter by Peter, അത് നമുക്ക് കാണാൻ പറ്റും. we can see that word, ആ സ്നേഹം, that love, ആ നന്ദി that thankfulness. പത്രോസിന് നമുക്ക് കാണാൻ പറ്റും. We can see in the apostles' writings. 2 പത്രോസ് 1 ആദ്യത്തെ ആ 4 വാക്യങ്ങൾ, 2 പത്രോസ് 1 അധ്യായം തുടങ്ങുന്ന 4 വാക്യങ്ങൾ വായിക്കാൻ പോവാണ്. 2 Peter chapter 1, the first 4 verses is going to be read. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ
ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. എല്ലാവരും പറഞ്ഞ ലഭിച്ചവർക്ക് എഴുതുന്നു. Say those who have obtained the faith, precious faith. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Simon Peter, a bond servant and apostle of Jesus Christ, to those who have obtained like precious faith with us by the righteousness of our God and Savior Jesus Christ. Grace and peace be multiplied to you in the knowledge of God and of Jesus our Lord, as his divine power has given to us all things that pertain to life and godliness, through the knowledge of him who called us by glory and virtue, by which we have been given to us exceedingly great and precious promises, that through these you may be partakers of the divine nature, having escaped the corruption that is in the world through lust. യേശുക്രിസ്തുവിൻ്റെ ദാസനാണ് പത്രോസ് ഇവിടെ സ്വയം വിശേഷിപ്പിക്കുന്നത്. Peter introduces himself as a bond servant of Lord Jesus ഇംഗ്ലീഷിൽ Christ. ബോണ്ട് സർവന്റ് എന്ന് പറയും. In English it is written as bond servant. സങ്കീർത്തനത്തിൽ ഒരിടത്തൊരു വചനമുണ്ട്. In Psalms there is a verse written in this manner. കർത്താവേ നീ എൻ്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. Lord, you have pierced my ears. കാതിന് തുളയുള്ളവരൊക്കെ കൈ ഉയർത്തി പിടിച്ചു. All those who have pierced their ears, lift up your hands. അടുത്തിരിക്കുന്ന ആൾ ആ തുളയുടെ കാര്യമല്ല ഈ പറയുന്നത്. Turn to your neighbor and say, we are not talking about that piercing. ഈ തുളയുടെ കാര്യമല്ല. Not talking about the hole which is pierced over here. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ലോൺ എടുത്ത പശുക്കളുടെ ഒക്കെ ഇവിടെ ഒരു തുളയിട്ടൊരു ചെമ്പുതകട് വെച്ചിരിക്കുന്ന കണ്ടിട്ടുള്ള ഒരു കൈ ഉയർത്തി പിടിച്ച്. The cattle, the cow that is being purchased by loan, there's a piercing that is done for its ear. ഇങ്ങനെ ഇവിടെ ഒരു തുളയിടും. There's a piercing for it. അത് ആർക്കാന്ന് ചോദിച്ചാൽ പഴയ നിയമകാലത്ത് അടിമകളുണ്ട്. In the Old Testament we see slaves. പുതിയ നിയമകാലത്തും ഉണ്ടായിരുന്നല്ലോ അടിമകൾ. Even in the New Testament we can see slaves. കേരളത്തിലും അടിമ സമ്പ്രദായം ഉണ്ടായി. Even in Kerala we had that slave system. മിഷണറിമാരുടെ വലിയ സംഭാവനയായിട്ടാണ് ഇവിടെ അടിമ സമ്പ്രദായം മാറിയത്. It was missionaries' contribution that a reformation had taken place and that slave system was abolished. കൊല്ലത്തിനടുത്ത് മൺട്രോ തുരുത്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? Near Kollam there is Mandrothur. കേണൽ മൺട്രോ അടക്കമുള്ള മിഷൻ കാഴ്ചപ്പാടുള്ളവരാണ് ഇവിടുത്തെ അടിമ സമ്പ്രദായം മാറ്റിയത്. Colonel Monroe, with mission outlook, they had abolished the slave system of Kerala. ഹിന്ദി അടക്കമുള്ള ഭാഷകൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. Christian missionaries had joined together and built the script of languages including Hindi. ഇന്നലെ നമ്മുടെ ഒരു ബ്രദർ ഒരു ജർമ്മനിക്കാരത്തി മദാമ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. Yesterday one of our brothers, he had married a German girl. ഞാൻ ആ മോളോട് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ഹെർമൻ കൊണ്ടർട്ട് ഇവിടെ വന്നുകൊണ്ടാണ് മലയാളത്തിന് ഡിക്ഷണറി ഉണ്ടായത്. As I was ministering, I was telling that girl that one of the missionaries from Germany had traveled to Kerala and that's why the Malayalam dictionary came in place. സുവിശേഷകരെല്ലാം മതപരിവർത്തനം നടത്തുക എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളമാണ്. There's great turmoil happening saying missionaries are converting people. മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യ വല്ലാത്ത സ്ഥിതിയിലായിരുന്നു. If missionaries had not been to India, India would have been a greater problem right now. സ്നേഹം കൊണ്ടാണ് അവർ വന്നത്. It is with this love that they had come. ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. Shout hallelujah. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവയവങ്ങൾക്ക് വരെ കരം കൊടുക്കണമായിരുന്നു ഇവിടെ സ്ത്രീകളുടെ. Oh, even women had to pay tax for their organs, for their body. അതെല്ലാം മാറാൻ കാരണം ഈ പുസ്തകം വന്നാണ്. All that had been abolished because of this book. ഈ കര ഉയർത്തി ഈ പുസ്തകം കയ്യിലെടുത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. All those who have brought their book, lift it up and say hallelujah. എടുത്തത് അടുത്ത ആളുടെ മുഖത്തൊന്ന് വീശിയിട്ട് പറഞ്ഞ് ഇത് വായിക്കണമെന്ന് പറഞ്ഞാട്ട്. Show this Bible to the person standing with you and say you should read this Bible. ഞാൻ ഒരു വേദവായന പദ്ധതി അനുസരിച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was reading the Bible according to a reading plan. 3 കൊല്ലമായിട്ടും തീർന്നില്ല. With 3 years I still couldn't complete it. അതുകൊണ്ട് ഈ തവണ ടൈം അലോട്ട് വിത്ത് ഗോഡ് ഡയറിയുടെ കൂടെ വായന ഒന്നുകൂടെ തുടങ്ങിയിരിക്കുക. That is why this year with the Time Alone God diary I am started the reading plan. ഇന്നത്തെ വായിക്കാൻ പറ്റിയില്ല. I couldn't read it today. ഇന്നലെ വരെ മത്തായി 3 അധ്യായവും Yes, till yesterday 3 chapters of Matthew 36 അധ്യായം വായിക്കണം. and 6 chapters in Genesis. ടൈം അലോൺ വിത്ത് ഗോഡ് ഡയറി മേടിച്ചവരും അത് ഉപയോഗിക്കുന്നവരും കൈ ഉയർത്തി പിടിച്ചു. All those who have been bought and started using the diary, Time Alone God diary, lift up your hands. വളരെ നല്ലതായിരിക്കും. Very good. സ്തോത്രം. അത് എടുത്ത്
രാവിലെ ഒരു മണിക്കൂർ ദൈവസ്ഥനിൽ ഇരുന്നിട്ട് പോയേ. You sit in the presence alone with the Lord every day morning 1 hour. നോക്കി പറ, നിങ്ങൾ ഓടിപ്പെടുത്താ കിട്ടാത്തത് ദൈവസ്ഥനിൽ ഇരുന്നിട്ട് പോയാൽ കിട്ടുമെന്ന് പറഞ്ഞ. Turn to your neighbor and say, what you rush and what you couldn't achieve by rushing in, you will achieve it in the presence of the Lord. ദൈവസ്ഥനിൽ ഇരുന്നിട്ട് പോയാൽ നീ ഓടിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കും. If you sit in the presence of the Lord and if you move out, you will achieve what you couldn't achieve. ടൈം അലോൺ വിത്ത് ഗോഡ് ഡയറി മേടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡയറി എടുക്കുക. Even if you are not purchased a time on diary, take any diary. ഒരു 200 പേജിന്റെ ബുക്ക് മേടിക്കുക. Buy a 200 pages notebook. പുതിയ നിയമത്തിൽ നിന്ന് 1 അധ്യായം, പഴയ നിയമത്തിൽ നിന്ന് 2 അധ്യായം വായിക്കുക. 2 chapters of Old Testament and 1 chapter of the New Testament. പ്രാർത്ഥിച്ചു വായിക്കുക. Pray and read it. അന്നേക്കുള്ള ദൂത് കർത്താവ് തരും. Lord will speak to you your daily word. കർത്താവിന്റെ ഡെയിലി ബ്രെഡ് ഇതിനകത്തുണ്ട്. Lord's daily bread is available over here. പുതുവർഷമായിട്ട് ഞാൻ പറയണത് ചെയ്യാൻ തുടങ്ങിക്കോ, നിങ്ങളുടെ ജീവിതം പാടെ അനുഗ്രഹിക്കും. As it is the new year has begun, I am telling you, your life will change. ഏതോ ദൈവദാസം വന്ന് പ്രസംഗം തരട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കരുത്. Don't live to hear the preaching of a man of God. നിനക്കുള്ള ദൂത് അന്നന്ന് കർത്താവ് വീട്ടിൽ കൊണ്ടുതരും. Lord will give you your daily bread in your house, in your room. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. I just share that in between. പത്രോസ് എഴുതുകയാണ്. So Peter is writing over there. പത്രോസ് എഴുതുകയാണ്, ഞാൻ ബോൺ സെർവന്റ് ആണ്. Peter introduces himself, I am a bond servant of ബോൺ Jesus. സെർവന്റ് എന്ന് പറഞ്ഞാല് What does it mean to be a bond പഴയ servant? നിയമകാലത്ത് In the Old Testament, അടിമകളെ, the slaves, അത് യോബേൽ സംവത്സരത്തിൽ ജൂബിലി ഇയറിൽ അവരെ വിടണമെന്നാണ്. in the year of Jubilee, they were supposed to be freed, set free. അവരെ ഫ്രീ ആക്കി വിടണം. You have to free the slaves. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്ന വിമോചന വർഷം ഞാൻ പ്രസംഗിക്കുന്നു. That is why the Lord had declared that I have come here to preach the year of Jubilee. അതിന്റെ പേര് വിമോചന വർഷം എന്നാണ്. It was the year of Jubilee or the redemption year. അത് ഫ്രീഡം ഇയർ ആണ്. It was the freedom year. അന്ന് ഈ അടിമയ്ക്ക് പോകാം. So that year the slave is free to go. എന്നാൽ ഒരു അടിമ ഒരു യജമാനനെ സേവിച്ച്, The slave who was serving the master, ഒരു അപ്പനേക്കാൾ സ്നേഹിക്കുന്ന യജമാനാണെന്ന് കണ്ടെത്തുന്നു. and he finds that the master is more loving to him than a father. ഞാൻ ഇവിടം വിട്ടു പോയാൽ, If he leaves that master, ഞാൻ അടിമയായോണ്ട് ആരിലും എന്നെ കീഴ്പ്പെടുത്തും. because he's a slave, someone will bind him. എന്നാൽ ഇതുപോലെ ഒരു യജമാനെ ഞാൻ കണ്ടിട്ടില്ല. But I have never seen a master like you. അതുകൊണ്ട് യജമാന്റെ അടുക്ക പോവുകയാണ്. That is why I am going to the master. എനിക്ക് വിമോചനമേ വേണ്ട. And the slave says, I don't want to be free. ഞാൻ വെളിയിൽ പോയ ആരിലും ഞാൻ അടിമയെ എന്നെ കണ്ടുപിടിക്കും. If I go out, someone will find out that I am a slave and ഞാൻ capture me. താങ്കളുടെ അടിമയായിട്ട് എന്നും ജീവിക്കാൻ ആഗ്രഹിക്കും. I will live throughout forever of my life with you as a slave. അങ്ങനെ പറഞ്ഞാൽ, If he confesses in that യജമാനൻ manner, ഈ ആ വീടിന്റെ വാതിൽ കട്ടിളക്കിക്കൊണ്ട് ഈ മനുഷ്യനെ നിർത്തി ഈ അടിമയുടെ കാത് തുളയ്ക്കണമെന്നാണ്. and this master takes the slave to the doorpost of the house and pierces his ear. പ്രൈസ് ദി ലോർഡ്. ഈ കിഴുത്ത കണ്ടാ പിന്നെ ആരും അവനെ തൊടുകയില്ല. When people look at this piercing, then no one will touch him. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. That is why psalmist നീ says, എന്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. you have pierced my ears. അടുത്തിരിക്കുന്നവർ ഈ തുളയുടെ കാര്യം അല്ലെന്ന് പറഞ്ഞു. Turn to your neighbor and say, it is not talking about the piercing for earrings. സ്തോത്രം. ദൈവത്തിന്റെ ആണെന്ന് മുദ്രയിടുന്ന ഒരു തുള ഇവിടെ തരും. You will see a seal of God that is a അവന്റെ ബോൺ piercing. സെർവന്റ് ആണെങ്കിൽ ആരും നിന്നെ തൊടത്തില്ല. If you are the bond servant of Jesus, no one will touch you. നിന്നെ തൊട്ട വിവരം അറിയും. If they touch you, they will know what is the consequence. അടുത്തിരിക്കുന്ന ബോൺ സെർവന്റിനെ തൊട്ട വിവരം അറിയുമെന്ന് Turn to your പറഞ്ഞു. neighbor and say, if you touch a bond servant, you will know the consequence. അത് സമ്പൂർണ്ണമായി സമർപ്പിച്ചവനാണ്. Because he is a completely surrendered man. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായും തന്റെ ലേഖനങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ ബോൺ സെർവന്റ് ആണെന്ന് പറഞ്ഞു. That is why Paul also writes that I am a bond servant of Jesus നമ്മൾ Christ. ദൈവ മക്കളാണ്. We are the children of God. ദാസന്മാരല്ല. അവകാശം വെച്ച് നോക്കുമ്പോൾ We are in terms of authority, or if you see of the rights, ഇൻഹെറിറ്റൻസ് inheritance, we are not slaves, we are children. പക്ഷെ ജൂതരുടെ മക്കൾ അപ്പന് ഒരു ദാസനായി സമർപ്പിക്കുന്ന രീതിയുണ്ട്. But in the Jewish customs, the son is supposed to serve to the father as a slave. മകന്റെ എല്ലാ അധികാരവും നിനക്കുണ്ടെന്നേ. You have every inheritance right as a son. പിതാവിനെ സേവിക്കുന്ന കാര്യത്തിൽ ഒരു അടിമയായി But സമർപ്പിച്ചിരിക്കുന്നു. in terms of service, you have to serve the father as a slave. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ആ അടിമ എഴുതുന്നൊന്ന് വായിച്ചു നോക്കിയേ. And listen to what the bond servant writes. പത്രോസ് എന്ന അടിമ എഴുതുന്നൊന്ന് വായിച്ചു നോക്കിയേ. The slave Peter writes over there. 4 വാക്യം കൊണ്ട് ചില കാര്യങ്ങൾ എന്റെ അകത്തുണ്ടെന്നാ പുള്ളി പറയുന്നത്. From the 4 verses, he says that certain things have been given to ഇനി me. ഒന്നും കിട്ടാനില്ല, എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാ പറയുന്നത്. I am not waiting for anything else. It has already been given to me. കർത്താവിനെ സ്തോത്രം ചെയ്യാം. Clap your hands and start praising the Lord. 2026 ഒരു 6 കാര്യങ്ങൾ എന്റെ അകത്ത് കർത്താവ് തന്നു. For 2026, Lord put 6 things in my heart. ഒന്നാമത്തെ കാര്യം അല്പം അവിടെ വിശദീകരിച്ചായിരുന്നു. The first thing I had detailed over there in that message. നന്ദി പറയുക, നന്ദി ഉള്ളവരാകുക. Be thankful
and give thanksgiving. പുറകോട്ട് നോക്കി നന്ദി പറയുക. Look back and give thanks to the Lord. 2025 പലതും നടക്കാതിരുന്ന് കാണും. There might be certain things which did not happen in അതിനായിട്ട് 2025. നന്ദി പറയുക. Say thanks to the Lord for that. ലോകത്തിൽ ഒരു കൂട്ടം ജനമേ ഉള്ള എല്ലാത്തിനായിട്ടും നന്ദി പറയും. There is only one group in this world which always give thanks. പ്രതിസന്ധിക്കായിട്ടും നന്ദി പറയും. You give thanks for a difficulty. പ്രശ്നത്തിനായിട്ടും നന്ദി You പറയും. give thanks for a problem. അതിന്റെ കാരണം The reason being, ഇതൊരു പ്രത്യേക ജനമാണ്. this is a special group. അടുത്തിരിക്കുന്ന ആളോ നിങ്ങളൊരു വല്ലാത്ത സൈസാന്ന് Turn to പറഞ്ഞു. your neighbor and say, you are a very different person. കാരണം യേശുവിനാൽ വിളിക്കപ്പെട്ട മക്കളാണ്. Because you've been called by Jesus Christ. അതാണ് റോമർ 8:28. That is Romans 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർ, Those who love God, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. who are predestined by Him. ഇവിടെ എല്ലാവരും ഉണ്ടോ? കർത്താവിന്റെ വിളി കേട്ട് വന്നവരുണ്ടോ? Anyone who has been called and come over here, കർത്താവിന്റെ വിളി കേട്ട് വന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. who has received the calling of the Lord and come over here, lift up your hands. ലോകത്തിൽ 10,000-കണക്കിന് പേരുണ്ടെങ്കിലും There are tens and thousands in this നിന്നെ world. വിളിച്ചു കൊണ്ടുവന്നെങ്കിൽ Lord has called you and set നീ you apart. നിർണയപ്രകാരം വിളിക്കപ്പെട്ടത്. You are predestined by Him. നിനക്ക് സകലവും നന്മയ്ക്കേ വരത്തുള്ളൂ. Everything turns out for good in your life. പിശാച് നിനക്കെതിരെ എന്തുകൊണ്ടെന്നാൽ Whatever Satan gives in your life, അത് നിനക്ക് നന്മയ്ക്കായേ കൂടി വ്യാപരിക്കും. it will turn out, work together for good. അതുകൊണ്ടാണ് വിശ്വാസിയോട് പറയുന്നത്, That is why it is said to a believer, എല്ലാത്തിനായും നന്ദി അർപ്പിപ്പിക്കും. give thanks for all things. പ്രതികൂലമെന്ന് തോന്നുന്ന കാര്യത്തിനായിട്ട് നന്ദി അർപ്പിച്ചു. Even if you think it is a problem, give ആ thanks. ഓഫീസിൽ ഒരു ചോദ്യചിഹ്നമുണ്ടെങ്കിൽ അതിനായിട്ട് നന്ദി അർപ്പിച്ചു. If there is a question mark in your office, give thanks to the Lord. വിദേശ രാജ്യത്ത് നിന്ന് എല്ലാം അവസാനിപ്പിച്ച് പോരേണ്ടി വന്ന കുടുംബത്തോട് ഇന്ന് പകൽ ഞാൻ നവീൻ ബ്രദർ കൂടെ പറഞ്ഞു, നന്മയായിട്ടേ വരത്തുള്ളൂ. I told to a family that has lost everything abroad and returned, everything is for good. നിനക്ക് നല്ലതേ വരത്തുള്ളൂ, നല്ലതേ വരത്തുള്ളൂ, Only good will happen in your നല്ലതേ life. വരത്തുള്ളൂ. Only good will happen in your life. കാരണം നമ്മൾ നല്ലതായോണ്ടല്ല, It is not because we are good. വിളിച്ചവൻ നല്ലവനായോണ്ട്. The one who called us is good. അവന്റെ വിളി ചുമ്മാ വിളിക്കത്തില്ല. And His calling is not accidental. തോന്നിയവരെയൊക്കെ വിളിച്ചതല്ല, His calling is not accidental. നിർണയപ്രകാരം വിളിച്ചതാ. He was predestined calling. എന്ത് പണി പിശാച് ഒപ്പിച്ചാലും No matter what work Satan നിന്റെ does, അടുക്കൽ വരുമ്പോൾ അത് തിരിഞ്ഞ് നല്ലതായിട്ട് വരും. when it comes to you, it will work for good. നിന്നെ മുക്കാൻ വന്ന തിരമാല നിന്നെ പൊക്കുന്ന തിരമാലയാവും. The wave which came to drown you will be the wave which raises you. നിന്റെ കപ്പൽ അപകടം മാൾട്ടായിൽ ക്രൂസൈഡ് ആയിട്ട് മാറും. Your shipwreck will become the crusade in Malta. സഹോദരന്മാര് നിന്നെ കിണറ്റിലിട്ടാൽ, If brothers throw you in a pit, അവിടുന്ന് നീ പോത്തിഫേറിന്റെ വീട്ടിൽ പോയി സ്ത്രീ പീഡന കേസിൽ നീ ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞാൽ, from there, if you are caught in a case which you hadn't done, അവിടുന്ന് നിന്നെ ജയിലിലിട്ടാൽ, from there, if you are thrown in prison, നീ പ്രാർത്ഥിച്ച അനേകർക്ക് വിടുതലായിട്ടും അവരും നിന്നെ മൈൻഡ് ചെയ്തില്ലേലും you prayed and many were delivered, they did not mind you. തക്ക സമയത്ത് ഉയർത്തുന്നവൻ. At the right time, you will be raised up. അതുകൊണ്ടാണ് 2 പത്രോസ് തുടങ്ങുന്നിടത്തും 2 Peter, where it begins, 2 പത്രോസ് തീരുന്നിടത്ത് ദൈവദാസന്മാരോട് പറയാണ്, where it ends, it is written to the men of ഒന്നിനെ God, കുറിച്ചും ആകുലപ്പെടരുത്. do not worry about anything. തക്ക സമയമുണ്ട്. At the right time, കിണറ്റി വീണപ്പോൾ കർത്താവ് മൈൻഡ് ചെയ്തില്ല. when it was fallen in the pit, the Lord did not pay attention. പോത്തിഫേറിന്റെ വീട്ടിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ മൈൻഡ് ചെയ്തില്ല. When he was attacked in Potiphar's house, the Lord did not മുഖത്ത് നോക്കി mind. പറ, കർത്താവ് മൈൻഡ് ചെയ്യാത്തതല്ല. Turn to your neighbor and say that it is not വീട് that the ഞാൻ Lord പറയാം, did not mind. യേശു വീഴാത്ത ഒരു കിണറ്റിലും നീ വീഴത്തില്ല. You do not fall in a pit which Jesus did not fall. യേശുവില്ലാത്ത ഒരു അഗ്നിയിലും നിങ്ങൾ 3 പേര് വീഴത്തില്ല. You will not fall in a fire which Jesus did not fall. നിന്റെ കൂടെ കർത്താവുണ്ട്. Jesus is with you. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുക, In the book of Genesis, യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. the God was with Joseph in the fire. പക്ഷെ കൂടെയുള്ളതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. But there is no sign of him being ചോദിച്ചേ, there. ബ്രദറെ, ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. Turn to your neighbor and ask, you might not see that God is working with you in പക്ഷെ that. അവൻ നിന്നെ പൊതിഞ്ഞു നിൽക്കുക. But he is covering you. ഈ പുസ്തകം മാറത്തില്ല. This book does not change. ലോകം മുഴുവൻ മാറിയാൽ Even if the world ഈ changes, പുസ്തകം മാറത്തില്ല. this book does not change. ഈ കറുത്ത ബൈൻഡ് മുതൽ ഈ കറുത്ത ബൈൻഡ് വരെ From the other bind to the black bind over എന്റെ here, കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണെങ്കിൽ, the Lord has worked for his people. നിന്നെ പത്മോസ് ദ്വീപിൽ നാട് കടത്തിയാൽ Even if you're thrown in the island of അവിടെ Patmos, എത്തി നിന്നെ പുസ്തകം എഴുതിപ്പിക്കുന്നവൻ. Lord will make you write books over there. മടിച്ചാർപ്പോട് കർത്താവിന് സ്തോത്രം ചെയ്യാം. Clap your hands and glorify Jesus. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ബോൺ സെർവന്റിന്റെ മുഴുവൻ കാര്യവും നോക്കിയേ ഒക്കത്തുള്ളൂ. A master is bound to take care of the bond servant. ഒന്നുകൂടെ ആ കാതിങ്ങനെ ഒന്ന് പിടിച്ചു Once again, hold your ear നല്ലപോലെ കിഴിച്ചോളാൻ പറ. and say, Lord, pierce it properly.
ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പിന്നെ ഇവിടെ ഇടണം ഇവിടെയൊക്കെ ഇടണം, ആ കാര്യമല്ലേ പറയുന്നത്. ഇത് ഇവിടെ, I'm not talking about the piercing for earrings. ഇവിടെയാണ്. There is a piercing in the ear. അത് തൊട്ടവനെ തൊട്ട വിവരവറി. Anyone who touches the one who's born servant of the Lord will face his consequence. ബോൺ സെർവന്റ് എന്നാ വന്നാലും നന്ദി പറയും. Whatever the bond servant faces, he gives എന്താ thanks. പ്രതികൂലം കണ്ടാലും ഇതൊക്കെ കണ്ടോണം. No matter what difficulties, യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ചാൽപ്പോൾ കർത്താവിന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചാണ്. let us all stand up and worship the Lord. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ തുടരാം. I might continue, God willing, the next week. കരമൊന്ന് അടിച്ചു വായി തുറന്ന് ആർപ്പോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. രാബാല അറുകട രവശത്തുര ധരത്തര റൈഡ രാജ ധാല രേഖ ബാബ 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 അർബ രാജ ധാല റൂഡ ബാബ ബ്രീബ റൂഡ ധാല റൂഡ ബാബ ബാബ അർഗര ജഗരഗട ഗരഗട ഗതുര ജഗന. ബോണ്ട് സെർവന്റിന് സ്വന്തമായ പ്രോഗ്രാമുകളില്ല. Bond servant has no own agenda. ബോണ്ട് സെർവന്റിന് ശമ്പളമില്ല. Bond servant has no salary. ബോണ്ട് സെർവന്റിന് സ്വത്രം മുഴുവൻ യജമാനൻ അങ്ങ് ഏറ്റെടുത്തിരിക്കുക. The master will take care of everything of the bond മൊത്തത്തോടെ servant. ഇഞ്ഞെടുത്തിരിക്കുക. Has taken him fully. മൊത്തത്തോടെ Has ഇഞ്ഞെടുത്തിരിക്കുക. taken him fully. അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. And that is about each one of you. നിന്റെ മുഴുവൻ കാര്യങ്ങളും അവൻ എടുത്തിരിക്കുക. Everything pertaining to you is taken care by the Lord. ആമേൻ. പത്രോസിന്റെ ലേഖനം വീട്ടിൽ ചെന്ന് എല്ലാവരും വായിക്കണമേ. Go home and read the letter written അവിടെ by 3 Peter. കാര്യങ്ങൾ പറയാണ്. 3 things written over there. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നിരിക്കുന്നു. All things pertaining to life and godliness ഒരു has 3 been കാര്യം given. ഇവിടെ തന്നിരിക്കുന്നു. 3 things have been given. ലഭിച്ചിരിക്കുന്നു. Has been obtained. ലഭിച്ചിരിക്കുന്നു. Has been obtained. കരമടിച്ചതിന് നന്ദി പറഞ്ഞോട്ടെ. നന്ദി പറഞ്ഞോട്ടെ. Give thanks to the Lord. അതാണ് സ്വത്രം. 6 കാര്യങ്ങൾ ഒന്ന് നന്ദി പറയാന്നുള്ള. Out of the 6 things, one I said, give thanks. നിങ്ങളെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയം, എല്ലാവർക്കും അവരവരുടേതായ ഓരോ കാര്യങ്ങളില്ലേ. Each one of us has our own പഠിക്കുന്ന problems. കുഞ്ഞുങ്ങൾക്കില്ലേ. Even the kids who study have their own ഫിസിക്സ് problems. ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ. It might not be physics, there is some problem in there. എന്തേലും ഒരു പ്രോബ്ലം ഇല്ലേ നമുക്കെല്ലാം. Each one of us has some or the other വീട്ടിൽ problem. ചിലപ്പം കാണത്തില്ലേ. In our house there might be a അപ്പായെക്കുറിച്ച് problem. കാണത്തില്ലേ. It might be a problem about our അതേ parents. പ്രോബ്ലം നിന്റെ വിടുതലായി മാറും. That problem will become your deliverance. ആ കുഞ്ഞിന്റെ കണ്ണ് നിറയുന്ന എനിക്ക് കാണാം. I can see the kid മോളെ tearing കൈ up. ഉയർത്തിക്കോ, എല്ലാരും കൈ ഉയർത്തിക്കോ. Everyone lift up your hand. അതിന്റെ വിടുതൽ കണ്ടോണ്ടെന്ന് നന്ദി പറഞ്ഞു. See the deliverance and give thanks. കണ്ടോണ്ടെന്ന് നന്ദി പറഞ്ഞു. See the deliverance and give thanks. ചില കാര്യങ്ങളോട് എന്തോ കാര്യങ്ങൾക്ക് തടസ്സമായിട്ടെന്നോ എന്തോ ഉള്ളത് എല്ലാം സ്ട്രൈറ്റ് ആവുന്ന ഒരു കാഴ്ച മുമ്പ് എന്നെ കാണിച്ചു. Lord had shown me certain obstacles being moved. രാജ്യങ്ങൾ തുറക്കുന്ന എന്തിനാണെന്നറിയാമോ? You know why nations are being opened? നാമത്തെ ഉയർത്താൻ വേണ്ടി എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. ഒരു 1-2 പേരോട് നല്ലൊരു ദൂതൊക്കെ ഒന്ന് പറഞ്ഞേ. Turn to your neighbor and prophesy to one or two പുതിയ people. വർഷത്തിൽ പ്രവചിച്ചേച്ച് പോയേച്ചാ മതി. Prophesy in this new year to one or അങ്ങോട്ട് two. ഞെടുക്കൊന്ന് പ്രവചിച്ചേ. Prophesy to each other. ഒന്ന് പ്രവചിച്ചേ. Prophesy to each പുതിയ other. വർഷത്തിലെ അത്ഭുതങ്ങൾ പ്രവചിച്ചേ. Prophesy new things this coming year. അങ്ങോട്ട് ഇങ്ങോട്ട് പ്രവചിച്ചേ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. കൊച്ചുമൻ ബ്രദറെ ബേച്ചായനോടൊന്ന് പ്രവചിച്ചേ യേശുവിന്റെ Prophesy, നാമത്തിൽ. prophesy to each other. Rimana Ramashanduna Ramasekeriando. Oh Ramana Ramduna Ramashanduna Ramasekeriando. Ribele Remenerianduna Ramasianduna Ramdere. Ramduna Ramashanduna Ramduna Ramashanduna Ramduna Ramasekeri. എല്ലാ കണ്ണുകളും അടച്ചു. Let us all close our eyes. രണ്ട് കരങ്ങളും ഉയർത്തി. Lift up both our hands. ഇവിടെ ഒരു വീട്ടിൽ ഒത്തിരി പ്രതിസന്ധികളോട് പോയൊരു വീട്ടിൽ 4 കുഞ്ഞുങ്ങളാ
പഠിക്കുന്ന പിള്ളേർ അവരുടെ അപ്പനീടെ മരിച്ചുപോയി. 4 children who are still studying there lost their father recently. ഒത്തിരി ആ അമ്മ കഷ്ടപ്പെട്ടതൊക്കെ എനിക്കറിയാം. I know of that mother who has toiled so hard. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഒരു കുടുംബത്തിൽ In Changanasheri church, nearby a family over there, ഒരമ്മയുടെ 2 ആൺപിള്ളേരുള്ള 2 മരിച്ചുപോയി. a mother who had 2 sons lost both her sons. Both the sons passed away. അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ലെവലിലായി പോയി. They were become in a very extreme situation, cannot even speak properly. പ്രത്യേകിച്ച് 2 ആൺപിള്ളേരുടെ പെങ്ങളൊരാളുടെ പെങ്ങൾക്ക് വല്ലാത്ത ലെവലായി പോയി. Their sister, that sibling, she also went into an extreme mental state. എന്നാൽ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതൽ കർത്താവ് കൊടുത്തു. But Lord delivered her as we were praying at our home. അത്രയൊന്നും പ്രശ്നം ഇവിടെ ആരും അനുഭവിച്ചിട്ടില്ല. No one over here is experiencing such ഞാൻ അവരോട് problem. പറഞ്ഞ പ്രോബ്ലങ്ങളെ നോക്കി ഒരു നന്ദി പറഞ്ഞേക്കാം. I told them, look at the problem and give thanks to the Lord. ബോണ്ട് സെർവന്റുമാർ ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പിടിച്ചോട്ടെ. ഞാൻ If anyone over here is a bond servant of the Lord, എന്റെ lift up മുഴുവൻ your കാര്യം hands. കർത്താവ് നോക്കുമെന്ന് പറഞ്ഞവർ കൈ ഉയർത്തി പിടിച്ചു. Lord will take care of everything in my life. എല്ലാ കാര്യങ്ങളും Lift everything. എല്ലാ കാര്യങ്ങളും Everything. കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ടെ. Lift up both your hands. ഒരു നിമിഷം കർത്താവിലേക്ക് കരം ഉയർത്തി പിടിച്ചാട്ടെ. Let us all lift up both our hands to Jesus. സ്വർഗം മുഴുവൻ നിന്നെ അറ്റൻഡ് ചെയ്യും. Heaven is attending you. പത്മോസ് ദ്വീപിൽ യോഹന്നാനെ നീ കടന്നാൽ, John, if you were in the island of Patmos, നീ ശുശ്രൂഷിച്ച സഭക്കാർക്ക് നിന്നെ ഒന്നും സഹായിക്കാൻ ഒക്കത്തില്ല. the church that you ministered to cannot help you. നിന്റെ വീട്ടുകാർക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. Your household cannot help you. പക്ഷെ സ്വർഗം മുഴുവൻ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. But heaven will come for your help. The whole heaven, Amen. the whole heaven Amen. will come to the place where you are. Amen. വിശ്വസിക്കുന്നു? അത് പ്രസംഗം കേട്ടങ്ങ് പോവാണോ? Do you believe or you're just hearing another message? വിശ്വസിക്കുന്നു? Do you believe it? ഇത് ഷുവറാണോ? കരം ഉയർത്തി പിടിച്ച് Lift up both your hands. നിങ്ങളത് കാണാൻ പോവാ. You're going to see that. 1 മിനിറ്റ് കർത്താവിനെ ഹൃദയത്തിലൊന്ന് ധ്യാനിച്ച്, For a minute, let us meditate unto the Lord. അന്യഭാഷകളുള്ളവർ അന്യഭാഷകൾ സ്തുതിച്ചു തുടങ്ങിയാൽ All those who have the gift of tongues, start speaking in കർത്താവിനോട് tongues. സംസാരിച്ച് Start speaking in tongues. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ Everyone start speaking in ബലാരെ tongues. ഘോഷത്തരേതരം ദരൂദരം ദലപ്രമാണ എല്ലാ കരങ്ങളും ഉയർന്നു. Are you Lord God Almighty? Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb, for you are holy, holy. Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb, you are holy. എല്ലാ കരങ്ങളും ഉയർത്തി അന്യഭാഷ So lift up our hands and continue in tongues. എല്ലാവരെയും കർത്താവ് തൊടാൻ പോവാ. Lord is going to touch each and every one. വചനം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടെങ്കിൽ If the word has touched your heart, ഒരു പ്രത്യേക ഹോളി സ്പിരിറ്റ് ടച്ച് എല്ലാവർക്കും ഉണ്ടാവും. each one is going to experience the touch of the Holy Spirit. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ As you continue praising, ചിലരെ കർത്താവ് ഒന്ന് തൊടുന്ന അനുഭവം ഉണ്ടാവും. some of you are going to experience the touch of the ആ Lord. കൈകൾ ഉയർത്തി പിടിച്ചോളൂ. Lift up both your hands. യേശുവിന്റെ മാണിപ്പഴുതേറ്റ കരം The hands that have been wounded of Jesus. നിന്നെ വന്ന് തൊടുന്ന അനുഭവം ഉണ്ടാവും. കയ്യത്ത് You will experience His hand touching your hand. ചെല്ലു കർത്താവ് വന്നിങ്ങനെ പുണരുന്ന ഒരു അനുഭവം ഇപ്പോൾ അനുഭവിക്കും. Some will experience the Lord's embrace right now. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. Holy Spirit is moving in this hall. ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ ഉണ്ട്. Angels are filled in this place. ദൈവത്തിന്റെ പ്രത്യേകമായ അനുഭവം നിനക്ക് ഇപ്പോൾ ഉണ്ടാകാൻ പോകും. There is a certain experience that you're going to have right എല്ലാ now. കണ്ണുകളും അടച്ച് എല്ലാ കരങ്ങളും ഉയർത്തി Everyone close your eyes and lift up your hands.
പ്രൈസ് ദി ലോർഡ്. യേശുവേ, മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, I pray for your people. ആ കരം ഉയർന്നിരിക്കട്ടെ. കർത്താവിന്റെ വലിയൊരു സ്പർശനത്തോടെ ഇന്ന് മക്കൾ മടങ്ങട്ടെ. Lord, let them return with a special experience of അവരുടെ you. എല്ലാ മേഖലകളിലും ആ കർത്താവിന്റെ കരം അവർ അനുഭവിക്കട്ടെ. Let them see your hand in every aspect of their life. യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus, I pray. ഒന്നാമത്തേത് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. First is to give ആ thanks. പ്രശ്നങ്ങളെ നോക്കി നന്ദി പറഞ്ഞാൽ, Look at the problems and give thanks. വിടുവിച്ചതിനായി നന്ദി പറഞ്ഞാൽ, Thank you for delivering, Lord. കരമുയർത്തി നന്ദി പറഞ്ഞാൽ. Lift up your hands and give thanks. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് 31 ഓർപ്പിച്ചായിരുന്നു. I also had reminded you in the 31st എന്നോട് verse. തന്നെ ഞാൻ ഓർപ്പിക്കുന്നു. I also reminded myself. കർത്താവിനെ വാഗൊണ്ട് മാത്രം നന്ദി പറയല്ല, Do not just give thanks by confessing with your ജീവിതം കൊണ്ട് tongue. നന്ദി പറയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ? Give thanks with your life. സാക്ഷ്യ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നന്ദി പറയണം. Give thanks with your testimony life and also in your ഇങ്ങനൊരു ministry. പാട്ടുണ്ടല്ലോ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. There's a song in Malayalam about no matter how much we give thanks, it is not sufficient in our life. നമുക്ക് സ്വത്രം ചിലയിടത്ത് കർത്താവിനോട് നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും. Sometimes even if we have give thanks to the Lord, we might be silent in that. ചിലത് വിട്ടുകൊടുക്കേണ്ടി വരും, Sometimes we have to surrender certain things. തോറ്റു കൊടുക്കേണ്ടി We വരും. might have to lose in certain areas. കരവുയർത്തിയ നന്ദി പറഞ്ഞു. Give thanks to the Lord. Lift up. കർത്താവിനോട് നന്ദി ഉണ്ടെങ്കിൽ If you have thanksgiving in your heart, ഇന്ന് കാണുന്ന ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് നമ്മൾ പറയും. we will share Jesus to at least one whom we meet. ഈ ഒരു വർഷം എനിക്ക് ആത്മാക്കളെ തരണേ എന്ന് പറയുന്ന എത്ര പേർ? How many of you will say, Lord, this year give me souls? എൻ്റെ വീട്ടിൽ യേശു വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ വീട് എന്തായിരുന്നേനെ അല്ലേ? If Jesus wouldn't have come into my household would have been in despair. നിങ്ങൾ എത്ര പേര് പറയാം, എൻ്റെ യേശു വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ കാണുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു വരുന്ന കൈ ഉയർത്തി. How many of you would say, if Jesus had not come into my life, I would not have been alive? നമ്മളെ ഉപദ്രവിച്ചവരോടും കൂടെ നമുക്ക് സുവിശേഷം പറയാം. All those who had humiliated us, let us share the gospel to them. അവരും കൂടെ കർത്താവിനെ അറിയട്ടെ. Let them know Jesus. സ്തോത്രം. എനിക്ക് കർത്താവ് ഇത്രമേലിൻ്റെ കൂടെ തന്ന ഒരു ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പാടിയായിരുന്നല്ലോ. We had sung 4 lines of a song in Malayalam which God had given to me. മൂന്നാമത്തെ ഒരു ലൈൻ തന്നു. A third verse. എന്ത് ഞാൻ നിനക്ക് തരും കർത്താവ്? What shall I give you, O Lord? കര ഉയർത്തി ചോദിച്ചു കർത്താവ്. നമ്മൾ പിന്നെ തരണേ എന്ന് പറയുന്നവരല്ല. We are not people who keep on saying, Lord, give me more and more. നമുക്ക് കര ഉയർത്തി പാടാം. എന്തു ഞാൻ നൽകിടും രക്ഷക, അന്താ നീ തന്നതെല്ലാം ഓർത്തന്ന, അന്ത്യം വരെയും നിൻ സാക്ഷിയാ. എന്തു വന്നിടിലും ഞാൻ ഓടിടും. ഈ പാട്ടിന്റെ തുടക്കം നിന്നെ വിട്ടോടിയതാ ഞാൻ, ഇനി പക്ഷെ നിനക്കായിട്ട് ഓടും. The beginning of the song is that I have ran away from you, but now I will run for you. എത്ര പേര് പറയും, കർത്താവിൽ നിന്ന് ഓടി ഞാൻ ദൂരെ പോകത്തില്ല? I mean, if you'll say, Lord, I will not run away from you. കരമുയർത്തി ആ ഗാനം ആ ഭാഗം നിങ്ങളൊക്കെ പഠിച്ചു കാണുമല്ലോ. ഒന്ന് ശബ്ദം ഉയർത്തി ഒരു പാട്ടായിട്ടല്ല, അവരവരുടെ സമർപ്പണമായിട്ടൊന്ന് പാടിക്കും. എന്തു ഞാൻ നൽകിടും രക്ഷക, അന്താ നീ തന്നതെല്ലാം ഓർത്തന്ന, അന്ത്യം വരെയും നിൻ സാക്ഷിയാ. എന്തു വന്നിടിലും ഞാൻ ഓടിടും. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ. കരമുയർത്തി ഇത്രമേൽ നിന്നെ സ്നേഹിച്ചു, എത്രയും വിചിത്രമേശു രക്ഷക, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. പത്രോസിനെ അറിയാം, Peter knows ഈ സ്നേഹം എന്നാണ്. how big this love is. കാതങ്ങോട്ട് വെച്ചു കൊടുത്തു. Surrender your ear to the Lord. നാഥ, Lord, ഇനി നിന്നെ അല്ലാതെ ഞാൻ ആരെയും സേവിക്കത്തില്ല. I will not serve anyone else except you, Lord. നീ എൻ്റെ കാതിനെ തുളച്ചു തരണേ. You pierce my ear. ഇനി ഞാൻ നിന്റെ മാത്രം.
I am only yours. ആ കാതൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് Just hold your ear like this. ക്രൂശിൽ കിടന്നപ്പോഴും ബെന്നെന്ന് പാടിക്കുക. ക്രൂശിൽ കിടന്നപ്പോഴും ആരിലും വാടിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ കിടന്നപ്പോഴും ആരിലും വാടിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എന്തു ഞാൻ നൽകിടുമെൻ രക്ഷകാ, അന്താ നീ തന്നതെല്ലാം. എല്ലാ കരങ്ങളും ഉയർത്തിയ കൈകളിട്ട് അന്ത്യം വരെയും നിന്നെ എന്തു വന്നിടിലും ഞാൻ ഓടി. ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന് എന്തു ഞാൻ നൽകിടുമെൻ രക്ഷകാ, അന്താ നീ തന്നതെല്ലാം ഓർത്തതാ. അന്ത്യം വരെയും നിന്റെ സാക്ഷിയാ. എന്തു വന്നിടിലും ഞാൻ ഓടി. Praise the Lord. നമുക്ക് ഒരു 1-2 പേർക്ക് ഇങ്ങനെ ഒന്ന് ഈ മകന് വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തതിൻ്റെ ഒരാളെ പിടിക്കുമ്പം ലോകത്തിന് വേണ്ടി കൊടുക്കുന്നതിൻ്റെ ഒരു അടയാളമായി ഒരാളെ ഇങ്ങനെ ഒന്ന് പിടിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ശുശ്രൂഷിച്ചു. Hold the other person closer to you, tight to you. You're going to minister for them. എന്തു ഞാൻ നൽകിടുമെൻ രക്ഷകാ, അന്താ നീ തന്നതെല്ലാം ഓർത്തതാ. അന്ത്യം വരെയും നിന്റെ സാക്ഷിയാ. എന്തു വന്നിടിലും ഞാൻ ഓടിടും. നൽകിടുമെൻ രക്ഷകാ, അന്താ നീ തന്നതെല്ലാം ഓർത്തതാ.
അടിമയാണ് എന്ന് പറയുന്നവർ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. All those who say that you're a bond servant, lift up your hands. അടുത്ത് നിൽക്കുന്ന അടിമയുടെ കയ്യെല്ലാം കോർത്ത് പിടിച്ച്. Hold your hands to the servant who's standing beside വലിയ you. ദൈവപ്രവൃത്തി നമ്മളിലൂടെ കർത്താവ് ചെയ്യാൻ പോവാ. Lord is going to do his mighty work through each one of കർത്താവെ us. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Father, we glorify you, Lord. 2026 2026, പത്രോസ് പറഞ്ഞതുപോലെ as Peter has said, കർത്താവെ അങ്ങയുടെ ബോണ്ട് സെർവന്റുമാരാണ്. Lord, we are your bond servants, O Lord. ബോണ്ട് സെർവന്റിന് എല്ലാം നൽകപ്പെട്ടിരിക്കുകയാണ്. Everything has been provided for the bond servant. ഞങ്ങളുടേതായ പ്രോഗ്രാമുകളില്ല. We have no our own agenda, Father. ഞങ്ങളുടെ സ്വന്തം അജണ്ടകളില്ല. We have no own programs, O Lord, Father. അങ്ങയുടെ ഹിതത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. We walk according to your will. അങ്ങ് ഞങ്ങളെ മാനിച്ചുയർത്തുന്നതിനായി സ്തോത്രം. Thank you for honoring and raising us, O Lord. പരസ്പരം അനുഗ്രഹിക്കുന്നു. We bless each other, O Lord. 2026 2026, ഞങ്ങൾ ഒന്നുകൂടെ സ്റ്റെപ്പ് വെച്ച് കയറുക. once again we step into the year. വലത്തുകാല് വെച്ചൊന്ന് കയറിക്കുക. Step into it with your right foot. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഒരു സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് കയറാൻ ഇങ്ങനെ Prophetic act, praise a step and move forward. ആ ഒരു പ്രോഫറ്റിക് ആക്ട് ആയിട്ട് കയറി. സ്വോത്രം. ഇനി ഞാനല്ല അങ്ങോട്ട് പോകുന്നത്. Now it's not I who is going to go ahead. കർത്താവിന്റെ ബോണ്ട് സെർവന്റാ പോകുന്നത്. Lord's bond servant is going to go. തൊട്ട വിവരം അറിയാം. If you touch, you will know the ഈ വർഷം consequence. അനുഗ്രഹത്തിന്റെ നിറവിന്റെ ഉയർച്ചയുടെ വർഷമായിരിക്കും. This year will be a year of blessing and ആർപ്പോൾ ഒരു fullness. ഹല്ലേലൂയ പറഞ്ഞാൽ. Hallelujah. The churches are going to experience the supernatural in a manner that they have never ever conceived.